കർത്താവായ യേശു ക്രിസ്തു ആരെന്ന് തിരിച്ചറിയുക, മറിയ ആരെന്ന് തിരിച്ചറിയുക. സ്തോത്രം. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് കർത്താവിൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ദൈവം സഹായിച്ചു. അതിന് ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ, സ്തോത്രം. സർവശക്തനായ ദൈവമേ, സ്വർഗപിതാവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം. സ്വർഗത്തിനും ഭൂമിക്കും പാതാളത്തിനും അധികാരമുള്ള കർത്താവേ, ആകാശത്തെയും ഭൂമിയെയും സമുദ്രത്തെയും അവയിലുള്ള സകലത്തെയും നിർമ്മിച്ച പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളെ കർത്താവേ യേശുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈ നല്ല സമയത്തെ ഓർത്തു സ്തോത്രം. പിതാവേ, ഈ സമയം അങ്ങയുടെ വചനം ധ്യാനിക്കുവാനിരിക്കുന്നു. സത്യവചനം സത്യമായി സംസാരിക്കുവാൻ കൃപ നൽകണമേ. അത് സത്യമായി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ കൃപ നൽകണമേ. ജ്ഞാനം നൽകണമേ, വിവേകം നൽകണമേ. കർത്താവേ, അങ്ങയുടെ വചനം പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജനങ്ങളോട് സംസാരിക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തിയെ എന്നിലേക്ക് പകരണമേ എന്ന് എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. എല്ലാവരും സത്യം തിരിച്ചറിഞ്ഞ് സത്യമായി നടക്കുവാൻ, സത്യത്തിൽ തന്നെ നിലനിൽക്കുവാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നല്ല സാക്ഷികളായി ജീവിക്കുവാൻ, കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ നേടിത്തന്ന ആ കൃപകൾ അനുഭവിക്കുവാൻ, ആ സന്തോഷവും സമാധാനവും സുഖവും അനുഭവിക്കുവാൻ ഈ തിരുവചനം കേൾക്കുന്ന എല്ലാ മക്കൾക്കും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മഹത്വവും മാനവും പുകഴ്ചയും സ്തോത്രവും എല്ലാം അങ്ങേക്കുള്ളതാണ്. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ എൻ്റെ സ്വർഗീയ പിതാവേ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രിയ സഹോദരങ്ങളെ, ഇന്നൊരു പുതിയ വിഷയവുമായിട്ടാണ് നിങ്ങളുടെ അടുക്കിലേക്ക് ഞാൻ കടന്നു വന്നിരിക്കുന്നത്. ഒരു വിഷയം എന്ന് വെച്ചാൽ, ഇന്ന് കർത്താവായ യേശു ക്രിസ്തുവിന് 2ാം സ്ഥാനവും മറിയയ്ക്ക് 1ാം സ്ഥാനവും കൊടുത്താണ് ഇന്ന് ക്രിസ്ത്യാനികൾ ഈ ലോകത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പലരും, എല്ലാവരുമല്ല, അതിൽ ഒരു കൂട്ടം ക്രിസ്ത്യാനികൾ. പ്രിയമുള്ളവരെ, മറിയ ആരെന്ന് തിരിച്ചറിയുക, യേശു ക്രിസ്തു ആരെന്നും തിരിച്ചറിയുക. വചനത്തിൽ കൂടെ തന്നെ നിങ്ങൾ അത് മനസ്സിലാക്കണം. പലരും പറയുന്നുണ്ട് മറിയ കന്യകയാണെന്ന്. ഏതടിസ്ഥാനത്തിൽ ഇവർ പറയുന്നുവെന്ന് അറിയില്ല. എന്നാൽ നിങ്ങൾ എല്ലാവരും വചനം മനസ്സിലാക്കണം. വചനത്തെ തിരിച്ചറിയണം. വചനം നിങ്ങൾ മനസ്സിലാക്കിയാലേ, വചനം നിങ്ങൾ വായിച്ചാലേ ഓരോരുത്തർക്കും ഇത് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. മറിയയുടെ റോൾ എന്താണ് ഈ വേദപുസ്തകത്തിൽ, കർത്താവായ യേശു ക്രിസ്തു ആരെന്ന് വ്യക്തമായി നിങ്ങൾക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൽ കുറേ ഭാഗങ്ങളെ ഞാൻ നിങ്ങൾക്കത് മനസ്സിലാക്കി തരുവാൻ പരിശുദ്ധാത്മാവ് എന്നെ നിയമിച്ചിരിക്കുകയാണ്. ഞാൻ ഈ ചാനൽ തുടങ്ങി 4 മാസം ആകുന്നു. ഇത് തുടങ്ങിയത് കർത്താവിൻ്റെ പ്രേരണയാൽ, കർത്താവ് പറഞ്ഞിട്ടാണ്. കർത്താവിൻ്റെ പ്രത്യേക ദർശനത്തോടുകൂടെ, വെളിപ്പാടുകൂടുകൂടെയാണ് ഞാനിത് തുടങ്ങിയത്. ഇത് തുടങ്ങിയതിന് ശേഷം ഒരുപാട് പ്രതികൂലങ്ങൾ ഉണ്ടായി. ആ പ്രതികൂലങ്ങളിലെല്ലാം ജയിച്ചുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്, ഇവിടെ ഇരിക്കുന്നത്. സ്തോത്രം. എന്തുകൊണ്ടെന്നാൽ കർത്താവിൻ്റെ തിരുവചനം സത്യമായി സംസാരിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുമ്പോൾ ഒക്കെയും പ്രതികൂലങ്ങൾ ഉണ്ടാവും. അത് അങ്ങനെയാണ്. അതുപോലെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഞാൻ ഈ സുവിശേഷം പറയുന്നത്. ഏതെങ്കിലും ഒരു മന്ത്രവാദി ഉണ്ടോ, ഏതെങ്കിലും ഒരു ആഭിചാരം ചെയ്യുന്നവരുണ്ടോ, ഏതെങ്കിലും ഒരുത്തനുണ്ടോ, അവൻ ചെയ്തോ, എനിക്ക് എൻ്റെ പേര് ചൊല്ലി എനിക്ക് വിരോധമായി നീ ആഭിചാരം ചെയ്യുമെന്ന് പറഞ്ഞ് ചാലഞ്ച് ചെയ്തതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് ഈ സുവിശേഷത്തിൽ. എന്തുകൊണ്ടെന്നാൽ കർത്താവായ യേശു ക്രിസ്തു ആരെന്ന് തിരിച്ചറിഞ്ഞ് അതുപോലെ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇത്രയും ധൈര്യത്തോടുകൂടെ ഞാനിത് പറയാൻ കാരണം. ഒരുപാട് പുരോഹിതന്മാർ ഈ ലോകത്തിലുണ്ട്, ഒരുപാട് ശുശ്രൂഷകരുണ്ട് ഈ ലോകത്തിൽ. പാസ്റ്റർമാർ എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരുപാട് ബ്രദർസുണ്ട്, ഒരുപാട് യുവാഞ്ചലീസ് ഉണ്ട്. എല്ലാവരും ഉണ്ട് സുവിശേഷത്തിൻ്റെ ഈ പാതയിൽ. എല്ലാം കർത്താവ് നിയമിച്ചു വച്ചിരിക്കുന്നു.
എന്നാൽ ഇതിൽ കുറേ പേർ, ദൈവം നിയമിച്ച ഈ കുറേ പേർ തന്നെ സാത്താൻ്റെ ജോലി ചെയ്യുന്നവരുമുണ്ട്. ഇതിൽ കുറേ പേർ തങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരുണ്ട്. ഇതിൽ കുറേ പേർ കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നവരുണ്ട്. ഇതിൽ ആരൊക്കെ ദൈവത്തിന് വേല ചെയ്യുന്നു, ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നുവോ അവരെ ദൈവം അറിയുന്നു. സാത്താന് വേണ്ടി വേല ചെയ്യുന്നവരെയും ദൈവം അറിയുന്നു. സ്വന്തം കുടുംബത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരെയും ദൈവം അറിയുന്നു. സുവിശേഷം എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം ദൈവത്തിൻ്റെ സുവിശേഷമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. പ്രിയമുള്ളവരെ, ദൈവവചനത്തെ അതിൽ ഒരു കറയുമില്ലാതെ മറയില്ലാതെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി. പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് മറയില്ലാതെ ഒരു കറയുമില്ലാതെ എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനമുണ്ടോ അത് അതേപോലെ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം. ആ നിയോഗത്താൽ ഞാൻ ഇന്ന് നിങ്ങളോട് വീണ്ടും തിരുവചനവുമായി കടന്നു വന്നിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇനി ഞാൻ ഒരു കാര്യം നിങ്ങളോട് ആദ്യമേ പറയുകയാണ്. മറിയ കന്യക എന്ന് വിശ്വസിക്കുന്ന, മറിയക കന്യക എന്ന് വിശ്വസിക്കുന്ന, കാരണം ഈ ലോകത്തിൽ കത്തോലിക്ക സഭയിൽ കന്യക എന്ന് പറഞ്ഞ് എപ്പോഴാണ് അതിനെ പറഞ്ഞുവെന്നും സഭയിൽ അംഗീകരിച്ചുവെന്നും ഇത് വേളാങ്കണ്ണിയിലുള്ള ഒരു പുരോഹിതൻ വ്യക്തമായി അത് പറഞ്ഞു തരുന്നുണ്ട്. അത് ഞാൻ ഇവിടെ തന്നെ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളത് ആദ്യം കേൾക്കുക. കേട്ടിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. സ്തോത്രം. മാതാവിനെ കുറിച്ച് പഠിപ്പിക്കുന്ന 4 വിശ്വാസത്യങ്ങൾ AD 431 മാതാവ് ദൈവത്തിന്റെ അമ്മയാണെന്ന് സഭ പഠിപ്പിച്ചു. പിന്നീട് 649 മാതാവ് നിത്യം കന്യകയാണെന്ന് പഠിപ്പിച്ചു. പിന്നെ 1854 മാതാവ് അമലോത്ഭവയാണെന്ന് പഠിപ്പിച്ചു. 1950 മാതാവ് സ്വർഗാരോപിതയാണെന്ന് പഠിപ്പിച്ചു. അപ്പം അത് 1950 നവംബർ 1 മുനിഫിച്ചെന്തിസിമുസ് ദേവൂസ് എന്ന ഡോക്യുമെന്റ് വഴി മാതാവ് സ്വർഗാരോപിതയാണെന്നുള്ള ആ സത്യം സഭയെ പഠിപ്പിച്ചത്. അതിന് 75 വർഷം പൂർത്തിയായി. അപ്പൊ അതിനോടനുബന്ധിച്ച് ഇങ്ങനെ സഭയിൽ ഇങ്ങനെയുള്ള പഠനം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഫ്രാൻസിസ് പാപ്പയുടെ കാലഘട്ടത്തിൽ പറഞ്ഞു, മാതാവ് സഹരക്ഷകയല്ല. മാതാവ് സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു തെറ്റുപറ്റും. യേശു ഏകരക്ഷകൻ എന്ന ആ കാര്യത്തിൽ തെറ്റുപറ്റും. അതുകൊണ്ട് മാതാവിന് ആവശ്യമില്ലാത്ത അവദാനങ്ങൾ ചാർത്തി കൊടുക്കരുത് എന്ന് ഇന്നലെ ലയോ 14 പാപ്പ കത്തോലിക്ക സഭയോട് പറഞ്ഞു. പലരും അത് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രയോഗം, മാതാവ് സകല കൃപകളുടെയും മധ്യസ്ഥയാണ് എന്ന പ്രയോഗം. ഇങ്ങനെ മധ്യസ്ഥ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കറിയാവോ എന്നറിയില്ല, കത്തോലിക്ക സഭയില് ദൈവത്തിന് കൊടുക്കുന്നത് ആരാധനയാണ്, വർഷിപ്പ്. അതിന് ലാറ്റിൻ വാക്ക് പറയുന്നത് ലാട്രിയ എന്നാണ്. ലാട്രിയ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ കാണും. LATRIA, ലാട്രിയ. ലാട്രിയ ദൈവത്തിന് കൊടുക്കുന്നത് ലാട്രിയ ആണ്. ഇനി മാതാവിന് കൊടുക്കുന്നത് വെനറേഷനാണ്. അതിന് പറയുന്നത് വിശുദ്ധരില് ഏറ്റവും കൂടുതൽ വണക്കം കൊടുക്കുന്നത് മാതാവിനാണ്. അതുകൊണ്ട് അതിവണക്കം എന്ന് മലയാളത്തിൽ പറയും. ലാറ്റിനില് ഹൈപ്പർദൂളിയ. ഹൈപ്പർദൂളിയ, ദൂളിയ എന്നുള്ള വാക്കും DULIA, ദൂളിയ, ഹൈപ്പർദൂളിയ. യൗസേപ്പ് പിതാവിന് ഫ്രാൻസിസ് പാപ്പ തന്നെ പഠിപ്പിച്ചു, ആദ്യ വണക്കം യൗസേപ്പ് പിതാവിനും കൊടുക്കണം. അത് പ്രോട്ടോദൂളിയ. പ്രോട്ടോദൂളിയ. മറ്റു വിശുദ്ധർക്ക് വെറും ദൂളിയ, ദൂളിയ എന്നുള്ള വാക്ക് മാത്രം. അപ്പോൾ ചില ഇടങ്ങളിലൊക്കെ വിശുദ്ധർക്ക് ഇങ്ങനെ കുറെ പ്രാധാന്യം കൊടുക്കുന്നു. ദൈവത്തിന് കൊടുക്കേണ്ട ആട്രിബ്യൂട്ട് എടുത്തിട്ട് അത്ഭുത പ്രവർത്തകൻ, അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിന്റെ ചേരുവകകൾ എടുത്ത് വിശുദ്ധർക്ക് കൊടുക്കുന്നു. വിശുദ്ധര് ദൈവമല്ലല്ലോ, മാതാവ് ദൈവമല്ല. അപ്പൊ അതാണ് മാതാവിനെ ദൈവത്തെ പോലെ ആക്കുന്ന ഒരു രീതി സഭയിൽ കണ്ടു തുടങ്ങി. അതുകൊണ്ടാണ് ഇപ്പോ ലയോ 14 പാപ്പ അടിവരയിട്ട് പറഞ്ഞു TDF, അത് ഡെക്കാസ്റ്ററി ഫോർ ദ ഡോക്ട്രിൻ ഓഫ് ദ ഫെയ്ത്ത്. അതിലൂടെ ഈ ഒരു തിരുവെഴുത്ത്
അത് സഭയുടെ ഡോക്ട്രിൻ ക്രിസ്റ്റോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ പലർക്കും അത് മനസ്സിലായി. ഇന്നലെ ഒരാൾ ഓടി വന്നിട്ട് പറയുകയാണ്, അച്ഛാ ഇതെന്താണ്, എൻ്റെ മാതാവിൻ്റെ മധ്യസ്ഥയാണ്, അയ്യോ ഇതൊക്കെ കേൾക്കും എനിക്കാകെ ഇത് സങ്കടമായി, മാതാവ് മധ്യസ്ഥയല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ദൈവത്തിനും മനുഷ്യർക്കുള്ള ഏക മധ്യസ്ഥൻ യേശുക്രിസ്തുവാണ്. നമുക്ക് വേണ്ടി, പാപികൾക്ക് വേണ്ടി മരിച്ചത് യേശുക്രിസ്തുവാണ്. ഇനി മാതാവ് സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 90% ഈശോയ്ക്ക്, 10% മാതാവിനോ? അത് ശരിയാകില്ല. മാതാവ് പോലും അത് ആഗ്രഹിക്കുന്നില്ല. മാതാവ് സഹരക്ഷക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10% മാതാവിന് കൊടുക്കേണ്ടി വരും. അങ്ങനെയല്ല. മാതാവല്ല നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ചത്, യേശുക്രിസ്തുവാണ് കുരിശിൽ മരിച്ചത്. അതുകൊണ്ട് യേശുക്രിസ്തു വഴിയാണ് നമുക്ക് രക്ഷ. ഇത് നമ്മൾ ഏറ്റുപറയണം. ഇത് മാതാവ് ഏറ്റുപറഞ്ഞിട്ടുണ്ട് കുരിശിൻ ചുവട്ടിൽ നിന്നുകൊണ്ട്. അതുകൊണ്ടാണ് മാതാവിനെ ഇങ്ങനെ ഉയർത്തിയത്. പ്രിയ ദൈവ പൈതലേ, നീയും നിന്റെ കുർബാനർപ്പണം വഴി, കുർബാന സ്വീകരണം വഴി, കുംഭസാരം വഴി ആകാശത്തിൻ കീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല എന്ന് നീ പറയണം, നീ പ്രഘോഷിക്കണം. നിനക്ക് ഇത് ഏറ്റുപറയാൻ വേറൊരു ചാൻസ് ഇല്ല. കുർബാന അർപ്പണം, കുർബാന സ്വീകരണം, കുംഭസാരം ഇതുവഴിയല്ലാതെ നിനക്ക്, പ്രിയ ദൈവ പൈതലേ, നിനക്ക് സുവിശേഷ പ്രഘോഷണം ആളുകളുടെ മുമ്പിൽ പോയി പറയാൻ സാധിക്കുമോ? കൃത്യമായിട്ട് മരിയോളജി, ക്രിസ്റ്റോളജി എന്താണെന്ന് പഠിക്കാതെ എങ്ങനെ നിനക്ക് മനസ്സിലാവും? അതിന്റെ അടിസ്ഥാനമില്ലാതെ നിനക്ക് പറയാൻ പറ്റുകയില്ല. പക്ഷെ നിനക്ക് കുർബാന അർപ്പണത്തിലൂടെ, കുംഭസാരത്തിലൂടെ, കുർബാന സ്വീകരണത്തിലൂടെ നിനക്ക് നിന്റെ ജീവിതം കൊണ്ട് പ്രഘോഷിക്കാൻ സാധിക്കും, യേശുക്രിസ്തു ഏക രക്ഷകനാണ്. അതാണ് നടപടി പുസ്തകം 4:12 പത്രോസ് വിളിച്ചു പറഞ്ഞത്. തള്ളിപ്പറഞ്ഞവൻ, എനിക്കവൻ അറിയാലെന്ന് പറഞ്ഞവൻ 10 മടങ്ങ് തീഷ്ണതയോടെ വിളിച്ചു പറഞ്ഞു, ആകാശത്തിന് കീഴെ മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അതിൽ വെള്ളം ചേർക്കരുത്. നമ്മൾ മാതാവിന് കുറച്ച് സ്ഥാനം കൊടുത്തു കഴിഞ്ഞാൽ യേശുക്രിസ്തു ഏകരക്ഷകൻ എന്ന കാര്യത്തിൽ നമ്മൾ വെള്ളം ചേർക്കുകയാണ്. നമ്മൾ ദുരാചാരങ്ങളുടെ പുറകെ പോയാൽ ആ വസ്തുക്കളിലും രക്ഷയുണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു ഏകരക്ഷകൻ എന്ന കാര്യത്തിൽ നമ്മൾ വെള്ളം ചേർക്കുകയാണ്. അതാണ് ഈ പ്രവണത വന്നതുകൊണ്ടാണ് ഇപ്പോ ഇങ്ങനെ ഒരു ഡോക്യുമെന്റ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളത് പഠിച്ചേ പറ്റൂ, നമ്മളത് വിശ്വസിച്ചേ പറ്റൂ, നമ്മളത് പ്രഘോഷിച്ചേ പറ്റൂ. കാരണം നമ്മൾ കർത്താവിനെ അറിഞ്ഞവരാണ്. അറിഞ്ഞവർക്ക് ഇനി പിന്നോക്കം പോകാൻ പറ്റുകയില്ല. ഇത് കർത്താവ്, നമ്മുടെ യേശുക്രിസ്തു നമ്മുടെ കർത്താവായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. നിനക്ക് കർത്താവ് നിന്റെ കർത്താവാകണോ? നിനക്ക് കർത്താവിനും വേണം വേറെ ദുരാചാരങ്ങളും മറ്റു കാര്യങ്ങളും കൂടെ പിടിക്കണോ? നിനക്ക് കർത്താവിന്റെ അധികാരത്തിൽ, കർത്താവിന്റെ അനുഗ്രഹങ്ങൾ അത് നിനക്ക് വേണമെങ്കിൽ നീ വേറെ ഒന്നിനെയും. സ്തോത്രം. കേട്ടല്ലോ, ഇത് ചെറിയ ഒരു വീഡിയോ ക്ലിപ്പാണ്. അങ്ങേര് ഒരുപാട് കാര്യങ്ങൾ പ്രസംഗിക്കുന്നുണ്ട്. എന്നാൽ ഇതിൽ പറയുന്നതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് സർവരക്ഷകൻ. മറിയയ്ക്ക് ഇവിടെ ഒരു റോളുമില്ല. ഇത് കൊടുത്തത് സഭ, കത്തോലിക്ക സഭയാണ് അതിനെ കൊടുത്തത്. പക്ഷേ എന്ന് വെച്ചാൽ മധ്യസ്ഥ എന്ന് പറയുന്ന ഒരു റോള് മറിയയ്ക്കില്ല. അപ്പോസ്തലനായ പൗലോസ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ 1 തീമോത്തിയോസ് 2:5 വ്യക്തമായി ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നു. 1 തീമോത്തിയോസ് 2:5 നമുക്ക് ആ വചനം ഒന്ന് വായിക്കാം. വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് ധ്യാനിക്കാം. 1 തീമോത്തിയോസ്, വേദപുസ്തകമുള്ളവർ അതിനെ എടുത്ത് വായിക്കുക. ഇല്ലെങ്കിൽ ഇത് കേട്ടിട്ട് നിങ്ങളെ വീട്ടിൽ ഇരിക്കുമ്പോൾ ഈ വേദപുസ്തകത്തെ വായിക്കുക. വായിച്ചിട്ട് നിങ്ങൾ വിധിക്കുക. സ്തോത്രം. ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങൾ കേൾക്കുന്നത്. ദൈവവചനം, പരിശുദ്ധാത്മാവിൻ്റെ വചനം. ഇതിന് എതിരെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഒരുപാട് പേര് ലോകത്തിലുണ്ട്. അവർക്ക് ഏറ്റതായിട്ടുള്ള ഫലം ലഭിക്കുകയും ചെയ്യും. അനുസരിക്കുന്നവർക്ക് അതിനേറ്റതായിട്ടുള്ള ഫലവും കിട്ടും. പ്രിയമുള്ളവരെ, നാം ഈ ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. മനുഷ്യരെന്ന് വെച്ചാൽ ലോകത്തിൽ ഒരുപാട് ജാതികളുണ്ട്. പല പല ജാതികൾ ഈ ലോകത്തിലുണ്ട്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഈ ജാതികളിൽ നിന്നാണ് തനിക്ക് വേണ്ടി മക്കളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരും ദൈവമക്കളാകുവാൻ ദൈവം വരം നൽകി. കർത്താവ് വരം നൽകി. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആ വിശ്വാസത്തിൽ കൂടെയാണ് ദൈവമക്കൾ എന്നുള്ള
വരം നൽകിയിരിക്കുന്നത്. സ്തോത്രം. ശരി, നമുക്ക് ഈ തിരുവചന ഭാഗം ധ്യാനിക്കാം. 1 തീമോഥെയോസ് 2:5-6. ഇതാ, ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ യേശു ക്രിസ്തു തന്നെ. അടുത്ത്, തക്ക സമയത്ത് അറിയിക്കേണ്ടിയ ഈ സാക്ഷ്യത്തിനായി ഞാൻ പ്രസംഗിയും അപ്പോസ്തലനുമായി പോസ്കല്ല പരമാർത്ഥം തന്നെ പറയുന്നു. ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിപ്പാൻ നിയമിക്കപ്പെട്ട് ഇരിക്കുന്നു. എന്താണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറയുന്നത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് മനുഷ്യനായിട്ടാണ്. വെറും മനുഷ്യൻ, നമ്മളെപ്പോലെ മാംസരക്തമുള്ള മനുഷ്യനായിട്ടാണ് ഈ ലോകത്തിലേക്ക് വന്നത്. അപ്പോൾ ഈ മനുഷ്യനായിട്ട് വന്ന ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ ജന്മം നൽകാൻ വേണ്ടി മുമ്പ് കൂട്ടിയെ കർത്താവ് തന്നെ ഈ ഭൂമിയിൽ ഒരു സ്ത്രീയെ ഉരുവാക്കി, ഈ ലോകത്തിൽ ഉരുവാക്കി. അതായത് വേറൊരു മാതാപിതാക്കൾക്ക് ഒരു മകളായി ഈ മറിയയെ ജനിപ്പിച്ചു. ആര് ജനിപ്പിച്ചു? നമ്മുടെ കർത്താവ് തന്നെ ജനിപ്പിച്ചതാണ്. അതാണ് മറിയ ആ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഞാൻ എൻ്റെ കർത്താവിനെ മഹിമപ്പെടുത്തുന്നു എന്ന് പറയുന്നത്. എൻ്റെ ഉള്ളം എൻ്റെ രക്ഷിതാവിനെ, അതായത് നമ്മുടെ കർത്താവിനെ തന്നെ മറിയ രക്ഷകനെന്നും കർത്താവെന്നും വിളിക്കുകയാണ്. അത് നാം ആദ്യം മനസ്സിലാക്കണം. അത് ലൂക്കോസ് സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ലൂക്കോസ് സുവിശേഷം ആദ്യ ഭാഗങ്ങളിൽ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് വ്യക്തമായി കാണുവാൻ സാധിക്കും. പല പ്രാവശ്യം ഇത് ധ്യാനിച്ച വചനങ്ങളാണ്. എന്നാൽ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തെന്നറിയാമോ? പരിശുദ്ധാത്മാവിൽ മനുഷ്യർക്കും ദൈവത്തിനും ഇടയിൽ മധ്യസ്ഥൻ എന്ന് ഒരാളുണ്ടെങ്കിൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. മനുഷ്യനായി ലോകത്തിൽ വന്നതുകൊണ്ട് മനുഷ്യർക്ക് വേണ്ടി മധ്യസ്ഥ നിൽക്കുന്നവൻ യേശു ക്രിസ്തു മാത്രം. അതാണ് എൻ്റെ സുവിശേഷം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, അതാണ് എൻ്റെ സുവിശേഷം. ഞാൻ അതിനു വേണ്ടിയാണ് പ്രസംഗിയായി അപ്പോസ്തലനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അത് പോസ്കല്ല ഞാൻ പറയുന്നത്, പരമാർത്ഥം തന്നെ പറയുന്നു. ജാതികളെ വിശ്വാസവും സത്യവും ഉപദേശിപ്പാൻ നിയമിക്കപ്പെട്ടുമിരിക്കുന്നു. എന്താണ് സുവിശേഷം? ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ പ്രസംഗിക്കുക. ഈ കർത്താവായ യേശു ക്രിസ്തു ആരെന്ന് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുക. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ രക്ഷകനെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. കർത്താവായ യേശു ക്രിസ്തുവാണ് ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി നിൽക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുക. ഈ സ്വർഗരാജ്യത്തിൻ്റെ സകല താക്കോലുമുള്ളവൻ ഈ യേശു ക്രിസ്തുവാണെന്ന് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ സുവിശേഷം എന്ന് പറയുമ്പോൾ ക്രിസ്തുവാണ് സുവിശേഷം. ഇതിൻ്റെ ഇടയിൽ മറ്റാരുമില്ല. ഒരു വ്യക്തിക്കും ഇതിൻ്റെ ഇടയിൽ ഒരു റോളുമില്ല. അപ്പോസ്തലന്മാർക്കുമില്ല, പ്രവാചകന്മാർക്കുമില്ല, ആർക്കുമില്ല, ഒരുത്തർക്കുമില്ല ഇതിൻ്റെ ഇടയിൽ റോള്. അവർക്ക് കൊടുത്തിരിക്കുന്ന റോള് സുവിശേഷം പ്രസംഗിക്കുക, ക്രിസ്തുവിനെ അറിയിക്കുക, യേശു ക്രിസ്തു ആരെന്ന് പറഞ്ഞു കൊടുക്കുക. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ദൈവമക്കളാകുവാൻ വരം ലഭിച്ചിരിക്കുന്നു, ദൈവമക്കൾ ആകാൻ സാധിക്കും. ദൈവം അവരെ മക്കൾ എന്നാണ് വിളിക്കുന്നത്, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ. സ്തോത്രം. പ്രിയമുള്ളവരെ, അങ്ങനെ ഇവിടെ അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ ഈ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട, അതായത് കർത്താവ് ഭൂമിയിൽ വരുന്നതിന് മുമ്പേ ഒരു സ്ത്രീയെ രൂപപ്പെടുത്തി ഉണ്ടാക്കി ഈ ലോകത്തിൽ ജനിപ്പിച്ചിട്ട് ആ സ്ത്രീ കന്യകയായിരുന്ന സമയത്ത് ആ സ്ത്രീയിലേക്ക് പരിശുദ്ധ ആത്മാവിനാൽ രൂപപ്പെട്ട് ഈ ലോകത്തിൽ വന്നതാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നാം മനസ്സിലാക്കണം, പരിശുദ്ധ ആത്മാവിനാലാണ് അവളെ ഉള്ളിലേക്ക് വന്നത്. പരിശുദ്ധ ആത്മാവാണ് മാംസ ഇച്ഛയിൽ അല്ല ഈ ലോകത്തിൽ ജനിച്ചത്. മാംസ ഇച്ഛയിൽ ജനിച്ച ഒരു വ്യക്തിയല്ല. പരിശുദ്ധ ആത്മാവ് തന്നെ വന്ന് അത് രൂപം കൊണ്ട് ഈ ലോകത്തിൽ മനുഷ്യനായി ജന്മമെടുത്തു. ആ ദൈവത്തിൻ്റെ ആത്മാവ്, അതായത് ദൈവം തന്നെ ഈ ഭൂമിയിൽ വന്ന് മറിയയുടെ ഉള്ളിൽ വന്ന് അത് രൂപപ്പെട്ട് ലോകത്തിൽ ജനിച്ചു. വേഷത്തിൽ മനുഷ്യനായി തന്നെ നമ്മളെപ്പോലെ ആഹാരം കഴിച്ച് നമ്മളെപ്പോലെ തന്നെ ജോലി ചെയ്ത്
ആശാരി, അതായത് ആശാരി ജോലി ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത് വേദപുസ്തകം. അപ്പോൾ അങ്ങനെയുള്ള ജോലി വരെ ചെയ്ത് മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ട് ജീവിച്ച് തൻ്റെ സമയം വന്നപ്പോൾ സുവിശേഷം, അതും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. സ്വർഗത്തിലേക്ക് പോകുവാൻ വഴി ഞാനാണ്, സ്വർഗത്തിലേക്ക് പോകുവാൻ വഴി ഞാനാണ്, സത്യവും ഞാനാണ്, ജീവനും ഞാനാണ്, ഞാനാണ് സത്യം. അതാണ് കർത്താവ് പ്രസംഗിച്ചത്. വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ വേറൊരു വ്യക്തി, വേറൊരു വഴിയുമില്ല സ്വർഗത്തിലേക്ക് പോകുവാൻ. ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കുറേ പേർ കണ്ടു. താല്പര്യമുള്ളവർ കാണട്ടെ. ഹമാസിലുള്ള ആ സഹോദരി തീവ്രവാദികളുടെ മകളും തീവ്രവാദിയുടെ ഭാര്യയുമായ ആ മകളെ കർത്താവ് പ്രത്യേകം സ്നേഹിച്ച് സംസാരിച്ച്, ഞാനാണ് ക്രിസ്തു, ഞാൻ നീ എൻ്റെ മകളാണെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചതെക്കുറിച്ചൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അതിന് ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വാസം എന്ന് പറയുന്ന ഒരു പരിച നമുക്ക് ആവശ്യമാണ്. അത് ഏതൊരു വ്യക്തിക്കും. സ്തോത്രം. അപ്പോൾ ഇവിടെ മധ്യസ്ഥൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. സ്തോത്രം. ഇനി ഈ മറിയയെ എല്ലാവരും കന്യക 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 എന്ന് പറയുന്നു, സ്വർഗാരോഹണം ചെയ്തെന്നു പറയുന്നു, ദൈവത്തിൻ്റെ അമ്മ എന്ന് പറയുന്നു, ദൈവമാതാവെന്ന് പറയുന്നു, എന്തെല്ലാം പറഞ്ഞ് ജനങ്ങളെ പഠിപ്പിച്ച് ജനങ്ങളെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കണം. തെറ്റായ വഴിയിൽ ഇത്രകാലം ജനം തെറ്റായ വഴിയിലാണ് പോയത്. അങ്ങനെയുള്ള ജനത്തെയാണ് ഇപ്പോൾ ഇതാ പോപ്പ്, വത്തിക്കാനിൽ പോപ്പ് പറഞ്ഞു, ഇനി മറിയയ്ക്ക് മധ്യസ്ഥ സ്ഥാനം കൊടുക്കരുത്, രക്ഷകൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് ഇതാ വീണ്ടും ഇതൊരു ഭയങ്കര ഒരു സംസാര വിഷയമായിരിക്കുന്നു. വേളാങ്കണ്ണി അത് ഈ ഒരു 100 വർഷം ആയിരിക്കുമോ എന്നറിയില്ല അവിടെ അവർ സ്ഥാപിച്ചത്, എനിക്കത് വ്യക്തമായി അറിയില്ല. എന്നാൽ അത് അവിടെയും പറഞ്ഞിരിക്കുകയാണ്, വേളാങ്കണ്ണിയിൽ വരുന്നവർ കർത്താവായ യേശു ക്രിസ്തുവിനെ മാത്രം വന്ന് ആരാധിക്കുക, ഇവിടെ മറിയയ്ക്കൊരു സ്ഥാനമില്ല. വ്യക്തമായി അത് പറഞ്ഞിരിക്കുകയാണ്. അതാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി എന്ന് പറയുന്നത്. ഞാൻ ചാനൽ തുടങ്ങി 4 മാസമായി ശക്തമായി സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. കേൾക്കുന്നവർ കേട്ടവർ രക്ഷ പ്രാപിക്കും. സ്തോത്രം. ഇതിൽ ഒരു സംശയമില്ല. അന്ധവിശ്വാസത്തിൽ നിന്ന് ജനം രക്ഷിക്കപ്പെടണം. കർത്താവായ യേശു ക്രിസ്തുവിൽ അവർ വിശ്വസിക്കുന്നവരായി തീരണം. ഇതുതന്നെയാണ് സുവിശേഷം. പ്രിയമുള്ളവരെ, സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം. ഇനി കന്യക മറിയ കന്യക അല്ല എന്ന് തെളിയിക്കുന്ന 2-3 വേദപുസ്തകത്തിലുള്ള വേദഭാഗം ഞാൻ നിങ്ങൾക്കെടുത്ത് കാണിക്കാം. ഒന്നാമത് മത്തായി സുവിശേഷം 13-ാമത്തെ അധ്യായം 53 മുതൽ 56 വരെയുള്ള വാക്യം. മത്തായി സുവിശേഷം 13-ാമത്തെ അധ്യായം, അവിടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു സ്വന്തം നഗരത്തിൽ വന്നു. അപ്പോൾ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ ആ നാട്ടിലെ ജനം പറയുകയാണ്, ഇവൻ ഇത്രയും വീര്യപ്രവർത്തികൾ ചെയ്യുവാൻ തക്കവണ്ണം ഇവൻ എന്തുള്ളൂ, ഇവൻ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്? ഇവൻ ആ തച്ചൻ്റെ മോനല്ലേ? ഇപ്പോൾ നമ്മൾ ഒരു കാര്യം ചെയ്താൽ നമ്മൾ അയൽവാസികൾ പറയും, ഇത് ഇന്നാര മകനല്ലേ, ഇവൻ ഇത്രയും വീര്യപ്രവൃത്തികൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇതുപോലെ തന്നെ ആ ദേശത്തിൽ ജനം പറയുകയാണ്, ഇവൻ ഈ ഇത്രയും ഇത് ചെയ്യുവാനുള്ള കഴിവ് എവിടെ നിന്ന്? ഇവൻ ആ തച്ചൻ്റെ മകനല്ലേ? ഇവൻ്റെ അമ്മയല്ലേ ആ മറിയ? ഇവൻ്റെ സഹോദരങ്ങളല്ലേ? അതാ അവിടെ എഴുതിയിരിക്കുന്നു. മത്തായി സുവിശേഷം 13-ന്റെ 53 മുതൽ 56 വരെയുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ പറയുന്നു, അതിൽ 55-ന്റെ ഇടയ്ക്കുള്ള ഭാഗത്തിൽ നിന്ന് ഞാൻ വായിക്കുകയാണ്. ഇവൻ ആ തച്ചൻ്റെ മകനല്ലയോ? ഇവൻ്റെ അമ്മ മറിയ എന്നവളല്ലയോ?
ഇവൻ്റെ സഹോദരന്മാർ യാക്കോബ്, യോസെ, സീമോൻ, യൂദ എന്നിവരല്ലയോ? ഇവൻ്റെ സഹോദരികളും എല്ലാം നമ്മോടുകൂടെ ഇല്ലയോ? ഇവന് ഇത് ഒക്കെയും എവിടെ നിന്ന് എന്ന് പറഞ്ഞ് അവങ്കൽ ഇടറിപ്പോയി. യേശു അവരോട്, ഒരു പ്രവാചകൻ തൻ്റെ പിതൃനഗരത്തിലും സ്വന്തം ഭവനത്തിലും അല്ലാതെ ബഹുമാനമില്ലാത്തവൻ അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ സ്വന്തം ദേശത്ത് വന്നപ്പോൾ ജനം പറയുകയാണ്. വെറുതെ പറയുമോ ജനം? കന്യകയായിരുന്നാൽ ഒരു മകനെ പ്രസവിച്ചു കഴിഞ്ഞാൽ അവൾ കന്യക എന്ന് എങ്ങനെയാണ് നമ്മൾ പട്ടം ചൂട്ടുക? കന്യക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രിയമുള്ള സഹോദരങ്ങളെ, കന്യക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പുരുഷനെ അറിയാത്തവൾ, വിവാഹം ചെയ്യാത്തവൾ, അവളെയാണ് കന്യക എന്ന് പറയുന്നത്. പുരുഷനെ അറിയാത്തവളാണ് കന്യക എന്ന് പറയുന്നത്. വിവാഹം ചെയ്യാത്തവൾ, പ്രസവിക്കാത്തവ ഒരു വ്യക്തിയെയാണ് കന്യക എന്ന് പറയുന്നത്. ഇവിടെ മറിയയ്ക്ക് കന്യക എന്നുള്ള സ്ഥാനം കൊടുക്കുവാൻ ഇത് പഠിപ്പിച്ച ആളുകൾ ഏത് വേദപുസ്തകത്തിലാണ്, എങ്ങനെയാണ് അറിഞ്ഞുകൊണ്ട് ഈ ഒരു കാര്യം ജനങ്ങളെ പഠിപ്പിച്ചത്? ഇല്ല എങ്കിൽ ഈ പഠിപ്പിച്ചതിനെ വിശ്വസിക്കുവാൻ തക്കവണ്ണം ചിന്തിക്കാൻ കഴിവില്ലയോ ജനത്തിന്? ഈ ലോകത്തിലുള്ള ജനത്തിന് ചിന്തിക്കാൻ കഴിവില്ലയോ? കന്യക എന്ന് പറഞ്ഞാൽ എന്താണ്? ആരാണ് കന്യക? ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിവില്ലയോ? ഒരു പുരോഹിതൻ പറഞ്ഞു കന്യക, ഉടനെ കന്യകയായോ? എങ്ങനെയാണ്? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഇപ്പോൾ ഇവിടെ പറയുന്നു ഇത്രയും സഹോദരങ്ങൾ, 4 പേര്, യാക്കോബ്, യോസെ, സീമോൻ, യൂദ. അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇവൻ്റെ സഹോദരികൾ എല്ലാം നമ്മോട് കൂടെ ഉണ്ട്. സഹോദരിമാർ എന്ന് പറയുമ്പോൾ ഒരു സഹോദരിയല്ല, 2ഉം അതിൻ്റെ മുകളിലുമാകാം. ഇത്രയും പേരെ മറിയെ പ്രസവിച്ചതാണ്. അപ്പോൾ ഇവിടെ വാദിക്കുന്ന വേറൊരു കൂട്ടമുണ്ട്. എന്തെന്നറിയാമോ? അത് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരെയൊക്കെ സഹോദരങ്ങളെന്ന് പറഞ്ഞു. ആ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചവരൊക്കെ സഹോദരങ്ങളെന്ന് പറഞ്ഞു എന്ന് ഒരു പഠനമുണ്ട്. ഏത് വേദപുസ്തകത്തിലുള്ള പഠനമാണെന്ന് എനിക്കറിയില്ല. കർത്താവ് പറഞ്ഞു, ഇതാ എൻ്റെ സഹോദരങ്ങൾ സഹോദരിമാരും. നിൻ്റെ അമ്മയും സഹോദരങ്ങളും പുറത്തു എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, തന്നിൽ വിശ്വസിച്ച ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് അതല്ല. പ്രിയമുള്ളവരെ, ഇവിടെ പറയുന്നത് അതല്ല. സ്വന്തം ദേശത്തിൽ വന്നപ്പോൾ ജനങ്ങൾ പറയുന്നതാണ്. ഇനി ഇതിനെ ഉറപ്പിക്കുന്ന രീതിയിൽ വേറൊരു വചനഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. സ്തോത്രം. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ വക കാര്യങ്ങളെ കർത്താവ് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നത്. നാം അത് മനസ്സിലാക്കണം. സ്തോത്രം. ഇവിടെ യോഹന്നാൻ സുവിശേഷം 7-ാമത്തെ അധ്യായം ഇവിടെ ഒന്ന് എടുത്ത് നിങ്ങൾ വായിക്കണം. ഒരുപാട് ആ ഭാഗം കുറേ ഉണ്ട്, എന്നാലും ഞാൻ വായിച്ച് കാണിപ്പിക്കാം. അവിടെ പെരുന്നാളിൻ്റെ സമയം അടുത്തിരിക്കുകയാണ്. പെരുന്നാളിൻ്റെ സമയത്തിൽ ഇവിടെ അതിൻ്റെ ശേഷം യേശു 7:1 മുതൽ ഞാൻ വായിക്കുകയാണ്. അതിൻ്റെ ശേഷം യേശു ഗലീലയിൽ സഞ്ചരിച്ചു. യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അന്വേഷിച്ചതുകൊണ്ട് യഹൂദയിൽ സഞ്ചരിപ്പാൻ അവന് മനസ്സില്ലായിരുന്നു. എന്നാൽ യഹൂദന്മാരുടെ കൂടാര പെരുന്നാൾ അടുത്തിരുന്നു. അവൻ്റെ സഹോദരന്മാർ അവനോട്, നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിന്റെ ശിഷ്യന്മാരും കാണേണ്ടതിന് ഇവിടെ വിട്ട് യഹൂദിയയിലേക്ക് പോക. ഇവിടെ പറയുന്ന സഹോദരങ്ങൾ ആരാണ്? ശിഷ്യന്മാർ കാണേണ്ടതിന് അവരും കാണേണ്ടതിന് അവരുടെ അടുക്കൽ പോയി ചെയ്യുക എന്ന് ആര് പറയുന്നതെന്നറിയാമോ? സ്വന്തം സഹോദരങ്ങൾ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്വന്തം സഹോദരങ്ങളാണ്. കാരണം അവർ വിശ്വസിക്കുന്നില്ല, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ. കാരണം സ്വന്തം സഹോദരനല്ലേ, മൂത്ത ജ്യേഷ്ഠനാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തുവാണ് മറിയ പ്രസവിച്ച ആദ്യത്തെ പുത്രൻ. പരിശുദ്ധാത്മാവിൽ രൂപം കൊണ്ട് ഈ ഭൂമിയിൽ ജനിച്ച ആദ്യത്തെ പുത്രൻ.
അടുത്ത മക്കളെല്ലാം യോസേപ്പുമായി ശാരീരിക ബന്ധമുണ്ടായി. അതിൽ നിന്ന് ജനിച്ചതാണ് ഇത്രയും മക്കൾ. ഇത്രയും പേരെ ജനിപ്പിച്ചതിന് ശേഷം മറിയ കന്യകമായി ഇരിക്കുമോ? പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇത് കേൾക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, പുരോഹിതന്മാർ പറയും നിങ്ങൾ വചനം കേൾക്കരുത്. കാരണം അവരല്ല അത് പറയുന്നത്, അവരിൽ കൂടെ പ്രവർത്തിക്കുന്ന ദുരാത്മാവാണ്, പിശാചിൻ്റെ ആത്മാവാണ് കർത്താവിൻ്റെ വചനം കേൾക്കരുതെന്ന് വിലക്കുന്നത്. ഞാൻ വീണ്ടും പറയുന്നു, അവരിൽ കൂടെ പ്രവർത്തിക്കുന്ന ദുഷ്ട ആത്മാവാണ് കർത്താവിൻ്റെ വചനം കേൾക്കരുത് എന്ന് വിലക്കുന്നത്. സ്തോത്രം. അപ്പോൾ ഇവിടെ ഇതാ പറയുന്നു, സഹോദരങ്ങൾ അവനെ പരിഹസിക്കുകയാണ്. നീ വലിയ പ്രവാചകനാണ്, അത്ഭുതം ചെയ്യുന്നവനാണ്, നീ നിൻ്റെ ശിഷ്യന്മാർ കാണുന്നതിനെ പോയി ചെയ്യ് എന്ന് പറഞ്ഞുകൊണ്ട് അവനെ ഇങ്ങനെ അവിടെ ഒരു നിസ്സാരമായി കർത്താവിനെ അവർ പരിഹസിച്ച് അവരെ പറയുകയാണ്. അത് ഇവിടെ നമുക്കത് മനസ്സിലാക്കുവാൻ സാധിക്കും. അവൻ്റെ സഹോദരന്മാർ അവനോട്, നീ ചെയ്യുന്ന പ്രവൃത്തികളെ നിൻ്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് ഇവിടം വിട്ട് യഹൂദയിലേക്ക് പോക. പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നവൻ ആരും രഹസ്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നീ ഇത് ചെയ്യുന്നു എങ്കിൽ ലോകത്തിന് നിന്നെ തന്നെ വെളിപ്പെടുത്തുക എന്ന് പറഞ്ഞു. കണ്ടോ, കർത്താവ് രഹസ്യത്തിൽ ചെയ്യുക. കാരണം എന്ത്? പ്രസിദ്ധമാക്കാനല്ല കർത്താവ് ഈ ലോകത്തിൽ വന്നത്. ചിലരൊക്കെ പിടിച്ച് രാജാവാക്കാൻ നോക്കി, അവിടുന്ന് രക്ഷപ്പെട്ട് തടി തപ്പി പോയി. ഇവിടെ ചെയ്യുന്ന വീര്യപ്രവൃത്തികൾ കർത്താവ് പ്രസിദ്ധമാകാനാണ് ഇത് ചെയ്യുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്ത് കർത്താവ് പ്രസിദ്ധമാകാമായിരുന്നു. കർത്താവ് വന്ന ഉദ്ദേശം ഈ ലോകത്തിൽ പ്രസിദ്ധമാകുന്നതിനല്ല. കർത്താവ് വന്നത് ഈ ലോകത്തിൽ സാത്താൻ്റെ പിടിയിൽ കുടുങ്ങിക്കിടന്ന ജനത്തെ വിടുവിക്കുക. ആദിയിൽ ആദാം ചെയ്ത പാപത്തിൻ്റെ കാരണം നഷ്ടപ്പെട്ടു പോയ സകലതും, ജീവൻ്റെ വൃക്ഷവും സകലതും, നിത്യജീവനും സർവ്വതും, സാത്താൻ അവകാശപ്പെട്ടു വച്ചിരുന്ന ലോകവും എനിക്കെന്ന് പറഞ്ഞ് അവകാശപ്പെട്ടു വച്ചിരുന്നതിനെയും തന്നിലേക്ക് സ്വന്തമാക്കാനാണ് വേഷത്തിൽ മനുഷ്യനായി ആദാമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ ആദാം രണ്ടാമത്തെ ആദാമായി ഭൂമിയിൽ മനുഷ്യനായി വന്ന് ജയിച്ചത്. അത് ഈ ലോകത്തിൽ പ്രസിദ്ധമാകണമെങ്കിൽ ഇന്നത്തെ ഒരുപാട് പേർ പ്രസിദ്ധമായി കൊണ്ടിരിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തു പോലും ആഗ്രഹിച്ചില്ല. ഇന്നാണെങ്കിൽ ഓരോരുത്തർ ഭയങ്കര പ്രസിദ്ധമാക്കലാണ്. എന്തെല്ലാം പ്രസിദ്ധമാക്കലാണെന്ന് അറിയാമോ? ഒരു വ്യക്തിക്ക് ഒരു രോഗം മാറിയോ ഉടനെ വിളിച്ചുകൊണ്ട്, ഞാൻ പ്രാർത്ഥിച്ചാണ്, ഇതിൽ കൂടെയാണ് ഭയങ്കര അത്ഭുതം നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് സ്റ്റേജിൽ വിളിച്ച് മൈക്ക് കൊടുത്ത് പ്രസിദ്ധമാക്കി ലോകത്തിൽ സകലരെയും കേൾപ്പിച്ച് തന്നിലേക്ക് കുറേ ആളുകളെ വരുത്തി താൻ കൂട്ടത്തെ ചേർത്ത് അവരിൽ നിന്ന് കുറേ പണം വഞ്ചിച്ച് വശീകരിച്ചെടുക്കുവാൻ തക്കവണ്ണം പ്രവർത്തിച്ച് ഈ ലോകത്തിൽ അങ്ങനെ ഒരുപാട് പേർ ഇന്ന് കോടീശ്വരന്മാരായിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. എവിടേക്കാണ് അത് കൊണ്ടുപോകുമെന്ന് എനിക്ക് അറിയില്ല. അത് എവിടെ കൊണ്ടുപോകുമെന്നും അറിയില്ല. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിൽ വരുമ്പോൾ ഇങ്ങനെ പ്രസിദ്ധമായി കിടക്കുന്ന ചിലരെയൊക്കെ ദൈവം പറയും, ഞാൻ നിന്നെ അറിയത്തില്ല. കർത്താവ് പറഞ്ഞു, അന്ന് ഒരുപാട് പേര് പറയും, കർത്താവേ നിൻ്റെ നാമത്തിൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കി, സുവിശേഷം പറഞ്ഞു, അത് ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെ പറയും. കർത്താവ് പറയും, മോനെ ഞാൻ നിന്നെ അറിയില്ല, നീ ആരാണ്? സ്തോത്രം. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം സത്യമായി പറഞ്ഞ് സത്യമായി ദൈവജനത്തെ ഉപദേശിച്ച് മാനസാന്തരത്തിലേക്ക് ജനത്തെ നടത്തി സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീരുവാൻ അവരെ ഉപദേശിക്കാൻ തയ്യാറില്ലാത്ത ഒരുത്തനും സ്വർഗരാജ്യത്തിൻ്റെ പടിവാതിൽ കാണത്തില്ല. സ്തോത്രം. സ്വർഗരാജ്യത്തിൻ്റെ പടിവാൾ കാണത്തില്ല. പ്രിയമുള്ളവരെ, സ്വർഗരാജ്യത്തിൻ്റെ പടിവാതിൽ കാണണമെങ്കിൽ ജനത്തെ സ്വർഗരാജ്യത്തിലേക്ക് വഴി നടത്തണം. അത് മാത്രമല്ല, ജനങ്ങളുടെ പാക്കറ്റിലിരിക്കുന്ന പൈസ വാങ്ങാൻ, അവരെ പണങ്ങളെ പിടുങ്ങാൻ വേണ്ടി കുറേ നാടകം കാണിക്കുന്ന ഒരുത്തന്മാരെയും ദൈവം അങ്ങോട്ട് അടുപ്പിക്കത്തില്ല. അതുകൊണ്ട് ഈ സുവിശേഷം കേൾക്കുന്ന എല്ലാവരും മനസ്സിലാക്കിക്കൊള്ളുക, കർത്താവായ യേശു ക്രിസ്തു സർവ്വതും അറിയുന്നവനാണ്. മനുഷ്യൻ്റെ ഹൃദയങ്ങളെ, വിചാരങ്ങളെ സർവ്വതും അറിയുന്നവനാണ്. ഏതൊരുവൻ ഈ ഭൂമിയിൽ നീതിയോടെ
കർത്താവിൻ്റെ വചനം സത്യം സത്യമായി വിളിച്ചു പറയുന്നുവോ, പ്രസംഗിക്കുന്നുവോ, ജനങ്ങളെ ഉപദേശിക്കുന്നുവോ, ദൈവം അവനെ സ്നേഹിക്കുന്നു. സ്തോത്രം. പ്രിയമുള്ളവരെ, ഇവിടെ ഇതാ ഇങ്ങനെ കർത്താവിനെ അവർ പരിഹസിച്ചു. നീ ഇവിടെ നിന്ന് പോ, നീ പ്രസിദ്ധമാക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ ചെന്ന് ഇന്നടത്ത് ചെന്ന് നിൻ്റെ പ്രവൃത്തികളെ കാണിക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. അവൻ്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. അപ്പോൾ ഇത്രയും സഹോദരന്മാർ ഉണ്ടെന്ന് ഇവിടെ വ്യക്തമായി തെളിവ് രേഖസഹിതം ഉണ്ട്. മറിയ പ്രസവിച്ചതാണ്. പ്രിയമുള്ളവരെ, മറിയ എങ്ങനെയാണ് കന്യകയാകുക? എങ്ങനെയാണ് കന്യകയാകുക? സ്തോത്രം. നാം ഓരോരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ടത്, വല്ലവനും വല്ലതും വെട്ടിത്തനം വിളിച്ചു പറയും. അവൻ സാത്താൻ്റെ ആത്മാവിനാലാണ് വിളിച്ചു പറയുന്നത്, ദൈവത്തിൻ്റെ ആത്മാവിനല്ല. ഞാൻ ഒരു തിരുവചനത്തിൽ ഒരു സുവിശേഷം ഞാൻ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ എടുത്ത് നോക്കുക. പുരോഹിതന്മാരെക്കുറിച്ച്. ആരാണ് പുരോഹിതൻ? ദൈവം ആരെയാണ് നിയമിച്ചത്? പുരോഹിതന്മാരെ നിയമിച്ചോ അപ്പോസ്തലന്മാരെ നിയമിച്ചോ? അത് വ്യക്തമായി ഞാൻ സുവിശേഷം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേൾക്കാൻ താല്പര്യമുള്ളവരെടുത്ത് കേൾക്കുക. സ്തോത്രം. ശരി. അപ്പോൾ ഇവിടെ കന്യക അല്ല മറിയ എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള തെളിവുണ്ട്. ആരെങ്കിലും പറയുന്നുവെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെയാണ് നിൻ്റെ സഹോദരങ്ങളെന്ന് പറയുന്നുവെന്ന്. എന്നാൽ ഇതാ ഞാൻ 2 തിരുവചന ഭാഗം മത്തായി സുവിശേഷത്തിലും യോഹന്നാൻ സുവിശേഷത്തിലും നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇനിയുമുണ്ട്. ഇത് രണ്ടും ഇപ്പോഴത്തേക്ക് മതി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ തന്നെ പറയുകയാണ്, അവൻ്റെ സഹോദരങ്ങൾ പറഞ്ഞതാണ്, നിൻ്റെ ശിഷ്യന്മാർ കാണേണ്ടതിന് പോയി നിൻ്റെ പ്രവൃത്തിയെ ചെയ്. പ്രസിദ്ധമാകാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ പോ. ഈ വീട്ടിൽ കടന്നുകൊണ്ട് നീ എന്തിനാണ് ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നതാണ് ഇത്. സ്വന്തം സഹോദരങ്ങൾ. അതാണ് താഴെ പറഞ്ഞിരിക്കുന്നത്. അവൻ്റെ സഹോദരന്മാരെ അവനെ വിശ്വസിച്ചില്ല എന്ന്. അതുകൊണ്ട് താഴെ പറഞ്ഞിരിക്കുകയാണ്, അവിടെ ഒരു വീര്യപ്രവൃത്തി ഒന്നും കർത്താവ് ചെയ്തിട്ടേ ഇല്ല. കാരണം വിശ്വാസമില്ല. കാരണം അവരെ പകച്ചുമില്ല ദൈവം. സ്തോത്രം. കാരണം അവർ സഹോദരങ്ങളാണ്. വിശ്വാസമില്ല. കാരണം കർത്താവ് പറഞ്ഞു അവിടെ ഒരു സ്വന്തം ഭവനത്തിൽ ആരും പ്രസിദ്ധമാക്കാൻ പറ്റത്തില്ല. കാരണം അങ്ങനെയാണ് കർത്താവ് പോലും പറഞ്ഞു. അപ്പോൾ ഇവിടെ അവൻ്റെ സഹോദരന്മാരും അവനിൽ വിശ്വസിച്ചില്ല. യേശു അവരോട്, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, നിങ്ങൾക്കോ എല്ലായ്പ്പോഴും സമയം തന്നെ. നിങ്ങൾക്ക് എപ്പോൾ സമയം വരുമെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. എപ്പോഴും സമയമാണ് നിങ്ങൾക്ക്. ഓരോ മനുഷ്യനും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, കർത്താവായ യേശു ക്രിസ്തു ഇന്നും എന്നും എപ്പോഴും ഉണ്ട്. അവന് അവസാനമില്ല. എന്നാൽ മനുഷ്യരായ ഓരോരുത്തരും മനസ്സിലാക്കണം, എപ്പോഴാണ് സമയമെന്ന് പറയാൻ പറ്റില്ല. എപ്പോൾ ഇവിടെ നിന്ന് ടിക്കറ്റ് കിട്ടുമെന്നും പറയാൻ പറ്റില്ല. ടിക്കറ്റ് കിട്ടുമ്പം ഇവിടെ അത് പോകണ്ട തന്നെ. അതാണ് കർത്താവ് ഇവിടെ പറഞ്ഞത് അവരുടെ അടുത്ത്. അവർക്ക് വേറെ മറുപടിയൊന്നും കൊടുത്തില്ല. എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും സമയമാണ്. ഏത് സമയമെന്ന് ഇന്ന സമയമെന്ന് അറിയത്തില്ല. എപ്പോഴും സമയം തന്നെ. ചില ഇപ്പോൾ സംഭവിക്കാം, ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് സംഭവിക്കാം. അതാണ് മനുഷ്യൻ്റെ കാര്യം. പ്രിയമുള്ളവർ, ഇവിടെ അതാണ് കർത്താവ് പറഞ്ഞത്. എൻ്റെ സമയം ഇതുവരെ വന്നില്ല, നിങ്ങൾക്കോ എപ്പോഴും സമയമാണ്. അടുത്ത്, നിങ്ങളെ പകയ്ക്കാൻ ലോകത്തിന് കഴിയില്ല. കാരണം നിങ്ങൾ ലോകത്തിൽ കൂടെ ലോകത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങളെ പകയ്ക്കാൻ പറ്റത്തില്ല ലോകത്തിന്. അടുത്ത്, എന്നാൽ അതിൻ്റെ പ്രവൃത്തികൾ ദോഷമുള്ളവ എന്ന് ഞാൻ അതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നത് കൊണ്ട് അത് എന്നെ പകയ്ക്കുന്നു. ശരിയല്ലേ? കർത്താവായ യേശു ക്രിസ്തു പറയുകയാണ്, ലോകത്തിന് നിങ്ങളെ പകയ്ക്കാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ പ്രവൃത്തി അങ്ങനെയാണ്. നിങ്ങൾ അതിൻ്റെ കൂടെ ഇരിക്കുന്നവരാണ്, അതേപോലെ ചെയ്യുന്നവരാണ്. ഈ ലോകത്തിൽ എന്തൊക്കെയാണ് വേണ്ടെന്ന് പറഞ്ഞോ അതൊക്കെ നിങ്ങൾ ചെയ്യും. ചെയ്യേണ്ടത് ചെയ്യും, ചെയ്യരുതാത്ത ചെയ്യും. അങ്ങനെ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെയ്ത് ജീവിക്കുക. അതുകൊണ്ട് നിങ്ങളെ ലോകം പകയ്ക്കത്തില്ല. നീ നല്ലവനാണ്, അവൻ നല്ലവനാണ് എന്നൊക്കെ പറഞ്ഞ് ലോകം പുകഴ്ത്തി പറയും. കാരണം ഈ ലോകത്തിൻ്റെ ജീവിത രീതി അങ്ങനെയാണ്. അതിനെ വിവരിക്കാൻ ഒരുപാടുണ്ട്. ഞാൻ ആ ഭാഗത്തിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത്, കർത്താവ് പറഞ്ഞതാണിത് പ്രിയമുള്ളവരെ. കാരണം നിങ്ങളെ പകയ്ക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ ലോകത്തിലുള്ളവരാണ്. ഈ ലോകത്തിൽ അങ്ങനെ അലിഞ്ഞ്, ഈ ലോകത്തിൽ മനുഷ്യർ എങ്ങനെ ജീവിക്കുന്നു അതുപോലെ നിങ്ങൾ അങ്ങ് ജീവിക്കും. അതുകൊണ്ട് ലോകം നിങ്ങളെ പകയ്ക്കും.
പകയ്ക്കത്തില്ല, കാരണം നിങ്ങളെ അങ്ങ് സ്നേഹിക്കും. പക്ഷെ എന്നെ പകയ്ക്കുന്നത് എന്ത്? ഞാൻ ഈ ലോകത്തിനനുസരണമായിട്ടുള്ള സംസാരം എന്നിലില്ല. ഞാൻ ദൈവത്തിൻ്റെ പിതാവിൻ്റെ അടുക്കൽ നിന്ന് വന്നവനാണ്. സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷമാണ് എൻ്റെത്. സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ജീവിക്കണം. അതാണ് എൻ്റെ സുവിശേഷം. ഇത് കേൾക്കുമ്പോൾ പലർക്കും ചൊറിയും. അങ്ങനെ ചൊറിഞ്ഞതുകൊണ്ട് പലരും കർത്താവിനെ വിട്ടങ്ങ് പോയി. സ്തോത്രം. ഇവിടെ കാണാൻ സാധിക്കും. യോഹന്നാൻ സുവിശേഷം 6-ാമത്തെ അധ്യായം 66 എടുത്ത് നോക്കുക. ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. അതിനുശേഷം കർത്താവിൻ്റെ കൂടെ സഞ്ചരിച്ചില്ല. അപ്പോൾ കർത്താവ് ചോദിച്ചു, ബാക്കി നിൽക്കുന്നവർ നിങ്ങൾക്കും പോകണമോ? പോ. ആർക്കൊക്കെ പോകണോ? പോ, വിട്ടുപോ, കുഴപ്പമില്ല. ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കും പോകണോ? പോ, വെക്കോ. എന്നാൽ കർത്താവിൻ്റെ വചനം കേട്ട് വിശ്വസിച്ച് നിൽക്കുന്ന ഓരോരുത്തരെയും കർത്താവ് വിളിക്കുന്ന പേരാണ്, പ്രിയമുള്ളവരെ, ദൈവമക്കൾ, ദൈവത്തിൻ്റെ മക്കളെന്ന്. സ്വർഗരാജ്യത്തിലേക്ക് പോകുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ. പോകേണ്ടവർക്ക് എപ്പോൾ വേണമെങ്കിലും പോവാം. എപ്പോൾ വേണമെങ്കിലും പോവാൻ നിങ്ങൾക്ക് എപ്പോഴും സമയമുണ്ട്. സ്തോത്രം. പ്രിയമുള്ളവരെ, നാം ഇവിടെ മനസ്സിലാക്കണം, കർത്താവ് പറയുകയാണത്, ഈ ലോകം പകയ്ക്കുന്നത്, എന്നെ പകയ്ക്കുന്നത് ഇന്ന് സത്യസുവിശേഷം പറയുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, സത്യസുവിശേഷം വിളിച്ചു പറയുന്നവരെ ആർക്കും ഇഷ്ടമില്ല. സത്യസുവിശേഷം വിളിച്ചു പറയുന്നവരെ ആർക്കും ഇഷ്ടമില്ല. ഓ, നിന്നെ ദൈവം അനുഗ്രഹിക്കും, നീ എങ്ങനെ വേണമെങ്കിലും ജീവിച്ചാലും ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിനക്ക് അത് തരും, ഇത് തരും, മറ്റത് തരും, നിന്റെ പനി മാറ്റിത്തരും, നിന്നെ അത് ചെയ്തു തരും, ഇത് ചെയ്തു തരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ സോപ്പിട്ട് കുറേ എണ്ണയൊക്കെ പൂശി നിന്നെയൊക്കെ ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നവരെ ഈ ലോകം ഇഷ്ടപ്പെടും. അങ്ങനെയുള്ളവരടുത്ത് ഒരുപാട് പേർ കൂടിപ്പോകും. എന്നാൽ കർത്താവിൻ്റെ വചനം സത്യമായി വിളിച്ചു പറയുന്ന ഒരു പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ശുശ്രൂഷകരെയും ഈ ലോകം പെട്ടെന്ന് അംഗീകരിക്കത്തില്ല. സ്തോത്രം. അംഗീകരിക്കത്തില്ല. കാരണം കർത്താവ് തന്നെ അത് പറഞ്ഞതാണ്. പ്രിയമുള്ളവരെ, ഇന്ന് വലിയ വലിയ പേര് കേട്ട പാസ്റ്റർമാരുടെ അടുക്കൽ ജനങ്ങൾ അങ്ങ് പോയാലും എന്താണ് അവിടെ? അവരെ പറയുന്നു, പ്രസംഗം കേൾക്കുന്നു, വരുന്നു. എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ എന്ന് നോക്കുമ്പോൾ എന്നും ഒരേ ഗതി തന്നെ. കയ്യിലിരിക്കുന്ന പൈസ കൊണ്ട് അങ്ങ് കൊടുത്തന്നേ ഉള്ളൂ. ദശാംശം എന്ന് പറഞ്ഞുകൊണ്ട് കുറേ പണം കൊണ്ടങ്ങ് കിട്ടി. അവർ തൃപ്തിയായി അങ്ങ് കഴിയുകയാണ്. ജനങ്ങളുടെ പണം വാങ്ങി കോടീശ്വരനായിട്ട് അങ്ങ് കഴിയുകയാണ്. സ്തോത്രം. എന്നാൽ ജനങ്ങൾക്കൊരു വിടുതലോ ഒരു സന്തോഷമോ ഒരു സമാധാനമോ ലഭിക്കുന്നില്ല. കാരണമെന്ത്? മനസാന്തരമെന്ന് പറയുന്ന ആ സുവിശേഷം ഇവരെ കൊണ്ട് പ്രസംഗിക്കാൻ പറ്റുന്നില്ല. മാനസാന്തരം പ്രസംഗിക്കുന്നുവെങ്കിൽ, കടുത്ത വാക്ക് പറയുന്നുവെങ്കിൽ അന്ന് ആ ജനം ബൈ പറഞ്ഞിട്ട് അവരെ വിട്ടു പോവും. അവരുടെ വരുമാനം നിലയ്ക്കും. അതുകൊണ്ട് ഇന്ന് ആരും സത്യസുവിശേഷം പറയുന്നേ ഇല്ല. സ്തോത്രം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാനിന്നിവിടെ സംസാരിക്കുന്നു. എനിക്ക് ഈ വളച്ചുകെട്ട് പരിപാടിയൊന്നുമില്ല. വചനം എങ്ങനെയോ അതേപോലെ തന്നെ ഞാനെടുത്ത് സംസാരിക്കും. എനിക്ക് ആരുടെ മുഖവും നോക്കണ്ട. എൻ്റെ കർത്താവായ യേശു ക്രിസ്തു, എന്നെ വീണ്ടെടുത്ത, എന്നെ സൗഖ്യമാക്കിയ എൻ്റെ ദൈവത്തെ മാത്രം എനിക്ക് നോക്കിയാൽ മതി. വചനം കേൾക്കുന്നവർ രക്ഷിക്കപ്പെടും, മാനസാന്തരപ്പെടും. സ്തോത്രം. അവർ സ്വർഗരാജ്യത്തിലേക്ക് പോകും മാനസാന്തരപ്പെട്ട്. സ്തോത്രം. പ്രിയമുള്ളവരെ, അപ്പോൾ അങ്ങനെ സഹോദരന്മാർ പോലും കർത്താവിൽ വിശ്വസിച്ചില്ല, ഇടറിപ്പോയി. കർത്താവ് പറഞ്ഞു, നിങ്ങൾ പെരുന്നാളിൽ പോകുവിൻ, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ലായതുകൊണ്ട് ഞാൻ ഈ പെരുന്നാളിന് ഇപ്പോൾ പോരുന്നില്ല. ഇങ്ങനെ അവരോട് പറഞ്ഞ് ഗലീലയിൽ തന്നെ പാർത്തു. സഹോദരങ്ങളെ പറഞ്ഞു വിട്ടു, നിങ്ങൾ പോയി, ഞാൻ വരുന്നില്ല. സ്തോത്രം. അപ്പോൾ പരിഹസിച്ചു പറഞ്ഞു, നീ അവിടെ പോയി നിൻ്റെ അത്ഭുതങ്ങളെ കാണിക്കുക, അവിടെ ഒരുപാട് ജനം കൂടും. നീ അവിടെ കുറേ രോഗസൗഖ്യങ്ങളും കുറേ അത്ഭുതങ്ങളും കാണിക്കുമ്പോൾ അവിടെ കൂടുന്ന എല്ലാ ജനങ്ങളും നിൻ്റെ കീഴിൽ വരും. അതുകൊണ്ട് നീ വലിയ പ്രവൃത്തികൾ പോയി അവിടെ കാണിക്കാൻ പറഞ്ഞു. കർത്താവ് പറഞ്ഞു, എൻ്റെ സമയത്ത് ഒരടുത്തിൽ വന്നില്ല, നിങ്ങൾ പോയി. സ്തോത്രം എന്ന് പറഞ്ഞവരെ അയച്ചു. അപ്പോൾ ഇവിടെ വന്നതാരാണ്? സഹോദരങ്ങളാണ്. മറിയ പ്രസവിച്ച സഹോദരങ്ങൾ.
ഇനിയുമുണ്ട് അപ്പോസ്തല പ്രവൃത്തി 1-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നിങ്ങളിത് അറിഞ്ഞിരിക്കുക, മനസ്സിലാക്കിക്കൊള്ളുക. അല്ലാതെ വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്, വേറെ ഒന്നും നിങ്ങൾ വിചാരിക്കുകയും അരുത്. സ്തോത്രം. വിചാരിച്ചാലും കുഴപ്പമില്ല. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. ഞാൻ പറയുന്ന ഈ സുവിശേഷം പരിശുദ്ധ ആത്മാവിൻ്റെ സുവിശേഷമാണ്. സുവിശേഷം തുടങ്ങിയപ്പോഴേ കർത്താവിനെ ഈ അന്ധവിശ്വാസത്തിൽ കഴിയുന്ന ജനത്തെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുവാനാണ് എന്നെ സുവിശേഷം പറയാൻ വിട്ടത്. ഇതാ 4 മാസമായി ദൈവപ്രവൃത്തി വത്തിക്കാനിൽ വെളിപ്പെട്ടു. മെയിൻ സ്ഥലത്തിൽ തന്നെ മാതാവിന് നീ കൊടുക്കേണ്ട സ്ഥാനം ഇന്നതാണ്. അവിടെ മറിയയ്ക്കൊരു സ്ഥാനമില്ല. പ്രിയമുള്ളവരെ, ഇവിടെ അത് പറഞ്ഞിട്ടില്ല. ദൈവത്തിനൊരു അമ്മയില്ല. ദൈവം ഏകനാണ്. സ്തോത്രം. ഞാൻ ഇതിനെ മരിച്ചവരെ മൗനവിധലായവരൊക്കെ വിളിച്ചാൽ ആര് വരുമെന്നൊക്കെയുള്ള ഇതൊക്കെ സുവിശേഷം ഞാനിവിടെ പറഞ്ഞ് ഇവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ എടുത്ത് വായിക്കുക. അതുപോലെ തന്നെ ഇവിടെ കർത്താവ് പോയതിനു ശേഷം, മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയതിനു ശേഷം പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരുന്നവരൊരു കൂട്ടത്തിൽ മറിയ 14-ാമത്തെ വാക്യം, 1-ാമത്തെ അപ്പോസ്തല പ്രവൃത്തി 1:14. ശിമോൻ യാക്കോബിൻ്റെ മകനായ യൂദ ഇവർ എല്ലാവരും സ്ത്രീകളോടും യേശുവിൻ്റെ അമ്മയായ മറിയയോടും അവൻ്റെ സഹോദരന്മാരോടും കൂടെ ഒരുമരപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു പോന്നു. കണ്ടോ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സഹോദരന്മാരോട് കൂടെ മറിയ പ്രാർത്ഥന കഴിച്ചു പോന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. മറിയ സ്വർഗത്തിലേക്ക് പോയെന്ന് പറയുന്ന സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് വചനം വായിച്ചിട്ടാണ് പറയുന്നത് എനിക്കറിയില്ല. ജനങ്ങളെ അന്ധവിശ്വാസം പഠിപ്പിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷ വലിയതാണ്. നിങ്ങൾക്കത് താങ്ങാനാകില്ല. പ്രിയമുള്ളവരെ, താങ്ങാനാകില്ല. തെറ്റായി ജനങ്ങളെ ഉപദേശിക്കരുത്, തെറ്റായ വഴിയിൽ കൊണ്ടുപോകരുത്. ആദ്യത്തെ ബെന്തിക്കോസ്തു പെരുന്നാളിൽ അവർ യെരുശലേമിൽ സമീപത്ത് ഒരു സബത്ത് ദിവസത്തെ വഴിദൂരത്ത് ഒരു മല വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. അവിടെ 2-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, ബെന്തെക്കോസ്ത് നാൾ വന്നപ്പോൾ. ആ ബെന്തെക്കോസ്ത് നാൾ വന്നപ്പോഴാണ് ഈ സംഭവങ്ങളൊക്കെ അവിടെ നടക്കുന്നത്. ഇവർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുന്നതും അന്യഭാഷകളിൽ സംസാരിക്കുന്നതും കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നതും. അന്യഭാഷ എന്ന് പറയുന്നത് ഇപ്പോൾ കാണാതെ പഠിക്കുന്ന അന്യഭാഷയല്ല. ഇന്ന് ഒരാൾ സുവിശേഷം പഠിക്കാൻ പോകുമ്പോഴേ ആദ്യം പഠിപ്പിച്ചു കൊടുക്കുകയാണ് അന്യഭാഷ. അവർക്ക് പോലും അറിയത്തില്ല ആ ഭാഷ, പഠിപ്പിക്കുന്ന ഭാഷ ഏതാണെന്ന്. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഭാഷ അതല്ല, ഈ ലോകത്തിലുള്ള ഭാഷയാണ്. അവിടെ കൂടിയിരുന്ന സകല മനുഷ്യരും അറിയുന്ന ഭാഷയാണ്. സ്തോത്രം. അന്യഭാഷ. അതുമാത്രമല്ല പ്രിയമുള്ളവരെ, ദൈവവുമായിട്ട് സംസാരിക്കുന്ന ഒരു ഭാഷയുണ്ട്. അത് ദൈവത്തിന് മാത്രമേ അറിയാവൂ. ദൈവവും മനുഷ്യനും തമ്മിൽ സംസാരിക്കുന്ന ഒരു ഭാഷ അന്യഭാഷ. ആ ഭാഷാവരത്തിന് വേറെ വ്യത്യാസമുണ്ട്. സ്തോത്രം. അല്ലാതെ കാണാതെ പഠിച്ച് പറയുന്ന ഭാഷയല്ല. അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വരുന്നതല്ല. പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ വരുന്ന ഭാഷ അത് ദൈവവുമായിട്ട് സംസാരിക്കുന്ന ഭാഷ. അത് ഉള്ളത് തന്നെയാണ്. സ്തോത്രം. അതിന് എഗെയിൻസായിട്ട് ആരും സംസാരിക്കരുത്. സ്തോത്രം. പരിശുദ്ധാത്മാവിനെതിരായി ആരും സംസാരിക്കരുത് പ്രിയമുള്ളവരെ. സ്തോത്രം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് എന്താണ്? മറിയ കന്യകയല്ല. സ്തോത്രം. മധ്യസ്ഥൻ യേശു ക്രിസ്തു മാത്രം. അടുത്ത് സങ്കീർത്തനങ്ങൾ 115:17. അവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, മരിച്ചവരും മൗനയിലായവരും ആരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. അപ്പോൾ ഈ ലോകത്തിൽ ജനത്തെ പഠിപ്പിച്ച് അവരെ തെറ്റായ വഴിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പുരോഹിതന്മാരും ഈ കന്യാസ്ത്രീമാരും അവരെ തിരിച്ചറിയുന്നില്ല തങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന്. പരിശുദ്ധാത്മാവ് എന്തെന്ന് അവർക്കറിയില്ല. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രവൃത്തി നടക്കും അവർക്കത് ഇതുവരെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. പഠിക്കുന്നു, അവർ ജനങ്ങളെ പഠിപ്പിക്കുന്നു.
ഈ സഭ പഠിപ്പിക്കുന്നു, അത് ജനങ്ങളെ പഠിപ്പിക്കുന്നു. അമ്മ എന്ന് പറയുന്ന വലിയ ഒരു വിശ്വാസം അവരുടെ ഉള്ളിലേക്ക് വന്നു. എന്ന് മാതാവേ മാതാവേ എന്ന് വിളിച്ച് വിളിച്ച് അവർ തളർന്നു. എന്നാൽ മാതാവിൻ്റെ കയ്യിൽ നിന്നൊന്നും ലഭിക്കത്തില്ല. മാതാവെന്ന് ഈ ലോകത്തിൽ വിളിക്കുന്ന എല്ലാവരും മാതാവെന്ന് വിളിക്കുന്നു. ഈ ലോകത്തിൽ ഹൈന്ദവർ പോലും അവർ വച്ചിരിക്കുന്ന പല പല പേരുകളിൽ വച്ചിരിക്കുന്ന പലരെയും മാതാവെന്നാണ് വിളിക്കുന്നത്. മാതാവേ എന്നാണ് വിളിക്കുന്നത്. അവർ വേറെ ഒരു പേരും പറയുന്നില്ല. കാളി മാതാവ്, ഭദ്രകാളി മാതാവ്, സരസ്വതി മാതാവ്, അമ്മയാണ്. എല്ലാ അമ്മമാരാണ് അവർ വിളിക്കുന്നത്. എന്നാൽ വേദപുസ്തകത്തിൽ ദൈവം ജാതികളുടെ മാതാവെന്ന് പറഞ്ഞ് ഒരാളെ പരസ്യപ്പെടുത്തി. ദൈവം മാതാവെന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ പറഞ്ഞിട്ടുണ്ട്. അത് ജനത്തിൻ്റെ മാതാവ്. സ്തോത്രം. പ്രിയമുള്ളവരെ, അത് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ സാധിക്കും. ജാതികളുടെ മാതാവെന്ന് പറയുന്നത് അത് കർത്താവ് തന്നെ പറഞ്ഞു. എന്തുകൊണ്ട് ആ മാതാവിനെ ആരും മധ്യസ്ഥ വിളിക്കുന്നില്ല? ആബ്രഹാം പിതാവ് സ്വർഗത്തിൽ ആ ധനവാൻ്റെ ദരിദ്രൻ്റെ സ്റ്റോറി പറയുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് ആബ്രഹാം പിതാവിൻ്റെ മടിയിൽ പോയെന്ന്. ഇവിടെ ആബ്രഹാം പിതാവിൻ്റെ ഭാര്യ സാറ, അവൾക്ക് കർത്താവ് വെച്ച പേരാണ് സാറ. ആദ്യം സാറായി എന്നിരുന്നു. എന്നാൽ കർത്താവ് പറഞ്ഞു ഇനി അവൾക്ക് സാറായി എന്നല്ല, സാറ എന്ന് പേരിരിക്കണം എന്ന് കർത്താവ് പറഞ്ഞു. എന്തിനാണ് അങ്ങനെ പറഞ്ഞു കർത്താവ്? പ്രിയമുള്ളവരെ, അത് നാം മനസ്സിലാക്കണം. എന്തുകൊണ്ട് കർത്താവ് അങ്ങനെ പറഞ്ഞു? ഇതാ ഉൽപ്പത്തി പുസ്തകം 17-ാമത്തെ അധ്യായം, അതിൽ 16-ാമത്തെ വാക്യം, ഞാൻ അവളെ അനുഗ്രഹിച്ച് അവളിൽ നിന്ന് നിനക്ക് ഒരു മകനെ തരും. ഞാൻ അവളെ അനുഗ്രഹിക്കുകയും അവൾ ജാതികൾക്ക് മാതാവായി തീരുകയും ജാതികളുടെ രാജാക്കന്മാർ അവളിൽ നിന്ന് ഉത്ഭവിക്കുകയും ചെയ്യുമെന്ന് അരുളി ചെയ്തു. നമ്മുടെ ദൈവം ആബ്രഹാം പിതാവിൻ്റെ ഭാര്യ സാറ എന്ന് പേരിട്ട്, അതായത് സാറായി എന്നിരുന്ന പേരിനെ കർത്താവ് സാറായിനി എന്നല്ല സാറ എന്ന് വിളിക്കണം. ആ സാറ എന്ന അവൾ ഈ ജാതികളുടെ മാതാവെന്ന് പറഞ്ഞു കർത്താവ്. എന്തുകൊണ്ട് ആ മാതാവിനെ നിങ്ങൾ വിളിക്കുന്നില്ല? അപ്പോൾ ഏത് മാതാവാണ് മാതാവ് എന്നാണ് നിങ്ങൾ വിളിക്കുന്നത്? പ്രിയമുള്ളവരെ, മാതാവേ മാതാവേ എന്ന് വിളിക്കുമ്പോൾ ലോകത്തിൽ ഒരുപാട് മാതാവുണ്ട്. ഇനിയും പറയാൻ മാതാവ് ഒരുപാട് പേരുണ്ട്. ഒരു മാതാവും നമ്മളെ സഹായിക്കാൻ ഇല്ല. ഒരു മാതാവും നമ്മളെ സഹായിക്കാൻ വരത്തില്ല. നമുക്ക് മധ്യസ്ഥ നിൽക്കത്തില്ല നമ്മളെ സഹായിക്കാൻ. ഈ ലോകത്തിൽ അവർ മരിച്ചു അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, മരിച്ചു അടക്കപ്പെട്ടു, അവർ നിദ്രയിലേക്ക് പോയി. അവർ നിദ്രയിലാണ്. അവർ ഇപ്പോൾ ക്രിസ്തുവിൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവിൻ്റെ പറുദീസയിൽ തന്നെ. അതായത് ക്രിസ്തു എവിടെയോ അവിടെ തന്നെ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്. ക്രിസ്തുവിനോട് കൂടെ തന്നെ അവർ ഉണ്ട്. എന്നാൽ ആത്മാവ് ഇപ്പോൾ മറയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അവർ നിദ്രയിലാണ്. അവരെ കർത്താവ് ഉയർപ്പിച്ചിട്ടില്ല. അവരെ ഉയർപ്പിക്കുന്നത് എപ്പോഴാണ്? കർത്താവ് ഈ ഭൂമിയിൽ വരുമ്പോൾ. അപ്പോസ്തലനായ പൗലോസ് ലേഖനങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട്. അവരെ നമ്മളും അവരും എല്ലാവരും ഒരുപോലെ ഉയർപ്പിക്കപ്പെടാൻ വേണ്ടിയാണ് എന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ലേഖനങ്ങളിൽ. പ്രിയമുള്ളവരെ, ഇവിടെയാണ് മാതാവെന്ന് പറഞ്ഞിരിക്കുന്ന കർത്താവ്. അപ്പോൾ മാതാവെന്ന് വിളിച്ച് നമ്മളെ സമയം വേസ്റ്റാക്കരുത്. സമയം വേസ്റ്റാക്കി കളയല്ലേ പ്രിയമുള്ള സഹോദരങ്ങളെ. മാതാവെന്ന് പറഞ്ഞ് വിളിച്ചാൽ ഒരു മാതാവും നമ്മളെ അടുക്കൽ വരത്തില്ല. മാതാവിൻ്റെ പേരിൽ ഈ ഭൂമിയിൽ കുടികൊള്ളുന്ന ദുഷ്ട ആത്മാവ് എന്ന് പറഞ്ഞ യക്ഷി എന്ന് പറയുന്ന ദുരാത്മാവ് ഈ ഭൂമിയിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അത് സാത്താനാണ് അതിൻ്റെ കഥാപാത്രം. സാത്താനാണ് അതിനെ ഉണ്ടാക്കി ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. വിഗ്രഹങ്ങളിൽ കൂടെ മരിച്ചവരെ വിളിക്കുന്ന, ആഭിചാരം ചെയ്യുന്നവരിൽ കൂടെ ഇതിനെ ഈ ലോകത്തിലേക്ക് രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. അതാണ് ബിലെയാമിൻ്റെ ഉപദേശമെന്ന് പറയുന്നത്. ബിലെയാമിൻ്റെ ഉപദേശത്തിൽ കൂടെ, അതായത് വിഗ്രഹങ്ങളെ ആരാധിച്ച് മരിച്ചവരോടും ഈ ഭൂമിയിൽ ജീവിച്ച പ്രഭുക്കന്മാരെ
അവരെയൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ച് അതിൽ നിന്ന് രൂപപ്പെട്ടെടുത്ത ദേവിമാർ എന്ന് പറയുന്നവരിൽ കൂടെ അവരുടെ അങ്ങനെയാണ് ഈ ഭൂമിയിൽ ഈ ദുരാത്മാവ് ജന്മം കൊണ്ടത്. അതാണ് ഈ ഭൂമിയിൽ മാതാവേ എന്നൊക്കെ വിളിച്ച് ജനങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വരുന്നത്, എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ. അല്ലാതെ അവരെ നന്നാക്കാൻ വരുന്നതല്ല, അവരെ കുളിച്ചിടാൻ വേണ്ടി, അവരുടെ ഉള്ള സമാധാനം കെടുക്കാൻ വേണ്ടി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ ചിന്തിയ രക്തം എന്തിനാണെന്ന് തിരിച്ചറിയണം പ്രിയമുള്ളവരെ. അവൻ ആരാണെന്ന് തിരിച്ചറിയുക. നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയണം. യോഹന്നാൻ സുവിശേഷത്തിൽ അത് വ്യക്തമായി പറയുന്നു. ഫിലിപ്പോസ്, നമുക്കത് കാണാൻ സാധിക്കും. യോഹന്നാൻ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ പല പ്രാവശ്യം എല്ലാവരും കേട്ട തിരുവചന ഭാഗം തന്നെ. എന്നാൽ അവിടെ ഇതാ പറയുന്നു, യേശു അവരോട് പറഞ്ഞു, ഞാൻ ഇത്ര കാലം നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ എന്ന്. എൻ്റെ പിതാവിനെ കാണിച്ചു തരാൻ വേണ്ടി ഫിലിപ്പോസ് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞതാണ് യോഹന്നാൻ സുവിശേഷം 14:8-9 വാക്യം. ഇത്ര നാൾ ഞാൻ നിങ്ങളോടുകൂടെ ഇരുന്നിട്ടും എന്നെ നീ അറിയുന്നില്ലയോ ഫിലിപ്പോസേ? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു കഴിഞ്ഞു, പിന്നെ നീ എങ്ങനെയാണ് പിതാവിനെ കാണിച്ചു തരണമെന്ന് പറയുന്നത്? എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു കഴിഞ്ഞു. പിതാവേ പിതാവേ എന്ന് വിളിക്കുന്നവർ ഓരോരുത്തരും മനസ്സിലാക്കിക്കൊള്ളണം, യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ രക്ഷയില്ല. യേശു ക്രിസ്തുവിൽ കൂടെ അല്ലാതെ. യേശു ക്രിസ്തുവാണ് സർവത്തിൻ്റെയും രക്ഷകൻ, സർവത്തിൻ്റെയും. ഇനി അടുത്ത തിരുവചനത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9:6 അവിടെ പറയുന്നു, നമുക്കൊരു ശിശു നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവനിലുണ്ട്, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു. നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെയാണ് പറഞ്ഞിരിക്കുന്നത്. നിത്യപിതാവാണവൻ, അത്ഭുത മന്ത്രിയാണ്. മന്ത്രി എന്ന് പറയുമ്പോൾ രാജാവിനും ജനത്തിനും ഇടയ്ക്ക് നിൽക്കുന്നവൻ മന്ത്രി. വീരനാം ദൈവം, അവൻ വീരനാണ്. കർത്താവിൻ്റെ വീരത്തോട് പൊരുതി ജയിക്കുവാൻ ആരെക്കൊണ്ടും പറ്റത്തില്ല. അവൻ വീരനാണ്, ജയശാലിയായി എപ്പോഴും ഇരിക്കുന്നവനാണ്, വീരനാണ് അവൻ. സ്തോത്രം. നമ്മുടെ ദൈവം വീരനാണ്, വീരനായ ദൈവം. അവനെ തോൽപ്പിക്കാൻ ലോകത്തിൽ ഒരുത്തനും ജന്മമെടുത്തിട്ടില്ല, ഇനി ജന്മമെടുക്കത്തുമില്ല. സ്തോത്രം. വീരനായ ദൈവം നിത്യപിതാവാണ്, സ്നേഹമുള്ളവനാണ്, ദയവുള്ളവനാണ്, കരുണയുള്ളവനാണ്. ഈ ലോകത്തിലുള്ള എന്തെല്ലാം അതിക്രമങ്ങൾ ചെയ്തുകൊണ്ട് നടക്കുന്നവനെയും സ്നേഹിക്കുന്നവനാണ്, തീവ്രവാദികളെ സ്നേഹിക്കുന്നവനാണ്, മനുഷ്യനെ തിരിച്ചറിയാതെ കൊന്നുകൊണ്ട് നടക്കുന്നവനെയും സ്നേഹിക്കുന്നവനാണ് നമ്മുടെ കർത്താവ്. സ്തോത്രം. പല അവസരങ്ങൾ കൊടുത്തിട്ടും മാനസാന്തരപ്പെടാത്തവർക്കാണ് വലിയ ശിക്ഷകൾ ലഭിക്കുന്നത് ഈ ഭൂമിയിൽ. അങ്ങനെ ദൈവം ദൂതന്മാരെയും നിയമിച്ചിട്ടുണ്ട്. സ്തോത്രം. ദൂതന്മാരെ നിയമിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ആരെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ആരെന്ന് തിരിച്ചറിയുക. യേശു ക്രിസ്തു ആരെന്ന്. അവൻ നിത്യപിതാവാണ്. അവൻ കാൽവരി ക്രൂശിൽ ചുമന്നത് നമ്മുടെ രോഗമാണ്, നമ്മളെ വേദനകളാണ്. ഞാൻ കഴിഞ്ഞ സുവിശേഷ ഭാഗങ്ങളിലൊക്കെ ഞാനത് വ്യക്തമായി പറഞ്ഞു തന്നിട്ടുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ്റെ അടിപ്പിണർ കൊണ്ട് നമ്മൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം. പ്രിയമുള്ളവരെ, ഇതൊക്കെ ദൈവത്തിൻ്റെ വാഗ്ദത്തമായ തിരുവചനങ്ങളാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതാ നമുക്കൊരു കാണുവാൻ സാധിക്കും. 53 യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53:4 നോക്കുക. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു, നാമോ ദൈവം അവനെ ശിക്ഷിച്ചും അടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾക്ക് നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി, അവൻ്റെ അടിപ്പിണറുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ആ സൗഖ്യം അതാണ് ഇന്ന് ജനങ്ങൾക്ക് കിട്ടുന്നില്ല. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ആ രോഗങ്ങളെ വഹിച്ചു. ഏത് രോഗം? ന്യായപ്രമാണത്തിൽ കൂടെ, ശാപത്തിൽ കൂടെ ജനങ്ങളുടെ ശരീരത്തിലേക്ക് വന്നു പറ്റിയ രോഗങ്ങൾ,
വിഗ്രഹാരാധനയ്ക്ക് പോകുമ്പോഴും മന്ത്രവാദിയുടെ അടുക്കൽ പോകുമ്പോഴും ആഭിചാരം ചെയ്യുമ്പോഴും അവൻ ദൈവത്തിൽ നിന്ന് അകന്നുപോയി അവൻ്റെ ശരീരത്തിലേക്ക് വന്നു കയറിയ മാരക രോഗങ്ങൾ, അവൻ്റെ ശരീരത്തിലേക്ക് വന്നു കയറിയ പല പല രോഗങ്ങൾ, എന്തെല്ലാം രോഗങ്ങളാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതെല്ലാം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് വരാതിരിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു എല്ലാം വഹിച്ചു. എന്നാൽ അനുസരണക്കേട് കൊണ്ടാണ് ഇന്ന് മനുഷ്യൻ പലരും പല പല മാരക രോഗങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അനുസരണക്കേട്. സ്തോത്രം. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തു പലയിടത്തിൽ പലതലത്തിലും സുവിശേഷം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ നാമത്തിൽ നിങ്ങൾ ചോദിക്കുവിൻ എന്നാണ് കർത്താവ് പറയുന്നത്. ഇതുവരെ യേശു ക്രിസ്തു അവരോട് സുവിശേഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തും പറഞ്ഞു. യോഹന്നാൻ സുവിശേഷം 16-ാമത്തെ അധ്യായം 23-24 ഇതാ, അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കയില്ല. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. പിതാവിനോട് ചോദിക്കുന്നത് അവരൊക്കെ ആര് പിതാവിനോട് ചോദിക്കുന്നുവോ അത് ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൂടെയാണ്. ഈ ലോകത്തിൽ ഏതൊരു വ്യക്തിയായിരുന്നാലും ശരി, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കൂടെയാണ് ആ വ്യക്തിക്ക് ലഭിക്കുക ദൈവത്തിൻ്റെ അനുഗ്രഹം. അത് സന്തോഷമായാലും ശരി, സമാധാനമായാലും ശരി, സുഖമായിരുന്നാലും ശരി, രോഗസൗഖ്യമായിരുന്നാലും ശരി, എന്ത് തന്നെ ആയിരുന്നാലും ശരി. കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നതാണ് പ്രിയമുള്ളവരെ. എൻ്റെ സ്വന്തം എഴുത്തല്ല ഇത്. യോഹന്നാൻ സുവിശേഷം 16-ാമത്തെ അധ്യായം എടുത്ത് വായിച്ച് നോക്കുക. അവർ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്ക് ലഭിക്കും. സ്തോത്രം. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം അത് നിങ്ങൾക്ക് ലഭിക്കും എന്ന് കർത്താവ് ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ്. സ്തോത്രം. കണ്ടോ? പിതാവിനോട് ചോദിക്കുന്നത് ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് തരുന്നത്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞത്. പ്രവാചകന്മാർ അന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് കടന്നു, ഗിലെയാദിൽ വൈദ്യനില്ലയോ, സുഗന്ധതൈലമില്ലയോ, എന്തുകൊണ്ട് എൻ്റെ ജനത്തിന് രോഗശമനം വരുതാതെ ഇരിക്കുന്നു? യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 8-ാമത്തെ അധ്യായം 22-ാമത്തെ വാക്യം ഇതാ. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകം 8:22 അവിടെ ഇപ്രകാരം പറയുന്നു. പ്രിയമുള്ളവരെ, ഇതാ 8:22, ഗിലെയാദിൽ സുഗന്ധതൈലമില്ലയോ, അവിടെ വൈദ്യനില്ലയോ, എൻ്റെ ജനത്തിൻ്റെ പുത്രിക്ക് രോഗശമനം വരാതെ ഇരിക്കുന്നതെന്ത്? ഇത് പറയാൻ കാരണമുണ്ട്. വിഗ്രഹാരാധികളായി കഴിയുന്നു ജനം, രോഗികളായിത്തീരുന്നു. വൈദ്യന്മാരുടെ അടുക്കൽ പോകുന്നു, സുഖം കിട്ടുന്നില്ല. വലിയ വലിയ ഡോക്ടർമാരുടെ അടുക്കൽ പോകുന്നു, സുഖം കിട്ടുന്നില്ല. ശരീരത്തിനൊരു സമാധാനം കിട്ടുന്നില്ല, സുഖം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് പ്രവാചകൻ വിളിച്ചു പറയുകയാണ് യെരമ്യാവ്, എന്തുകൊണ്ട് അവിടെ വൈദ്യനില്ലയോ, അവിടെ സുഗന്ധതൈലം ഇല്ലയോ, എന്തുകൊണ്ട് എൻ്റെ ജനത്തിൻ്റെ പുത്രിക്ക് രോഗസൗഖ്യം വരുന്നില്ല? അതുതന്നെയാണ് പ്രിയമുള്ളവരെ ഇന്നും പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രോഗങ്ങളെ വഹിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു നമുക്ക് അവൻ്റെ കാൽവരി കുരിശിൽ സന്തോഷവും സമാധാനവും തന്നു, രോഗസൗഖ്യം തന്നു. അവൻ രോഗത്തെ വഹിച്ചു. എന്തുകൊണ്ട് നീ ഹോസ്പിറ്റലുകളിൽ പോയിട്ടും നിനക്ക് സുഖം കിട്ടുന്നില്ല? എന്തുകൊണ്ട് നീ വൈദ്യൻ്റെ അടുക്കൽ പോയിട്ടും നിനക്ക് സുഖം കിട്ടുന്നില്ല? എന്തുകൊണ്ട്? നീ അത് ചിന്തിക്കുക. നീ ദൈവത്തെ വിട്ട് എത്രത്തോളം ദൂരെ പോയിരിക്കുന്നു, എത്രത്തോളം ദൂരെ പോയിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നിന്നിലില്ലയോ? പരിശുദ്ധാത്മാവ് നിന്നിലില്ലയോ? എന്തുകൊണ്ട് നിനക്ക് സൗഖ്യം വരുന്നില്ല? എന്തുകൊണ്ട് സൗഖ്യം വരുന്നില്ല? പ്രിയമുള്ളവരെ, അന്ധവിശ്വാസത്തെ വിട്ടുപോടുവിൻ.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ മാത്രം വിശ്വസിപ്പിൻ. അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവൻ പറഞ്ഞ കൽപ്പനകളെ അനുസരിപ്പിൻ. മാനസാന്തരപ്പെടുവിൻ, വിശുദ്ധിയോടെ ജീവിപ്പിൻ, അനുസരിപ്പിൻ, പരിശുദ്ധ ആത്മാവിനെ പ്രാപിപ്പിൻ. നിങ്ങളെ ശരീരത്തിൽ ഒരു രോഗവും വസിക്കത്തില്ല. മനുഷ്യൻ മരിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യം, ഏതെങ്കിലും ഒരു ഇത് ശരീരത്തിൽ രേഖപ്പെടാം. എന്നാൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, അവൻ നമ്മുടെ രോഗങ്ങളെ വഹിച്ചു. അത് നമുക്ക് പ്രാപ്തി ആകണമെങ്കിൽ നമ്മൾ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക. അവൻ്റെ വചനത്തെ വിശ്വസിക്കുക. അവനോടുകൂടെ ചേർന്നിരിക്കുക. അങ്ങനെ ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മളിൽ വസിക്കും. പ്രിയമുള്ളവരെ, അതുകൊണ്ട് അന്ധവിശ്വാസത്തെ വിട്ടോടുക. നമുക്കും ദൈവത്തിനും മധ്യസ്ഥനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. മറിയയ്ക്ക് നമ്മുടെ ഇടയിൽ ഒരു റോളുമില്ല. നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. അവക്ക് മറിയയ്ക്ക് നമ്മളെ സഹായിക്കാൻ പറ്റത്തില്ല. മറിയയുടെ പുത്രന്മാരായിരുന്നവർ പോലും കർത്താവിനെ അന്ന് വിശ്വസിച്ചിരുന്നില്ല. പ്രിയമുള്ളവരെ, കർത്താവിൽ അന്ന് വിശ്വസിച്ചിരുന്നില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുകയാണ്, ഏകദൈവമായ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ക്രിസ്ത്യ ജീവിതം പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. സ്തോത്രം കർത്താവേ, സ്തോത്രം. മഹാപരിശുദ്ധനായ ദൈവമേ, സർവ്വസത്യനായ കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം. തന്ന വചനങ്ങൾക്കായി സ്തോത്രം. ഇന്ന് ധ്യാനിച്ച വചനങ്ങളെല്ലാം കർത്താവിൻ്റെ നാമമഹത്വത്തിനായി തീരട്ടെ. ഇത് കേട്ട മക്കളെല്ലാവരും കർത്താവിൻ്റെ വചനത്തിൽ ഉറച്ചു നിൽക്കുവാൻ, ഏകസത്യദൈവമായ അങ്ങയെ മാത്രം ആരാധിക്കുന്നവരായി തീരുവാൻ, അന്ധവിശ്വാസത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട് അവർ മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് കാൽവരി ക്രൂശിൽ നൽകിയ ആ സന്തോഷവും സമാധാനവും ഐശ്വര്യവും സുഖവും എല്ലാവർക്കും ലഭിക്കുവാനിടയാകട്ടെ. കർത്താവ് ഈ ഭൂമിയിൽ ജനങ്ങളെ വഞ്ചിച്ചു വച്ചിരിക്കുന്ന പല സഭകളിൽ സ്ഥാപിച്ചിരിക്കുന്ന വിഗ്രഹങ്ങളെല്ലാം അവർ എടുത്തു ഉടച്ചു കളയണം. ഒരു സഭയിലും ഒരു വിഗ്രഹവും സ്ഥാപിക്കുവാൻ ദൈവം അനുവദിക്കരുതേ. എല്ലാ വിഗ്രഹങ്ങളെയും എടുത്തു കളയുവാൻ കർത്താവ് ദൂതനെ അയക്കണമേ എന്ന് ഈ സമയം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങണം. സഭകളിൽ സ്ഥാപിച്ചു വച്ചിരിക്കുന്ന എല്ലാ വിഗ്രഹങ്ങളും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും അതുപോലെ മറിയയുടെ നാമത്തിലും ഉണ്ടാക്കി വച്ചിരിക്കുന്ന എല്ലാ വിഗ്രഹത്തെയും ദൂതൻ ഇടിച്ചു കളയണം. കർത്താവേ, ഒരു വിഗ്രഹവും സഭയിൽ ഉണ്ടാകരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അന്ധവിശ്വാസത്തിൽ കഴിയുന്ന ഈ ജനം വെളിച്ചത്തിലേക്ക് വരുവാനിടയാകട്ടെ. അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. ഒരു ജനവും, ഈ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ജനവും ഈ അന്ധവിശ്വാസത്തിൽ കടക്കരുതേ. അവർ സത്യം തിരിച്ചറിയണം. ഇവരെല്ലാവരും യേശുക്രിസ്തുവിൽ മാത്രം വിശ്വസിക്കുന്നവരായി തീരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മഹത്വവും മാനവും പോഴ്ചയും സ്തോത്രമെല്ലാം അങ്ങേക്കുള്ളതാണ്. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണമേ എൻ്റെ സ്വർഗ്ഗപിതാവേ. ആമേൻ. സ്തോത്രം കർത്താവേ, സ്തോത്രം. അങ്ങനെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ സത്യസുവിശേഷമാണ്. എല്ലാവരും കേട്ടുവല്ലോ. പ്രാർത്ഥിക്കുക, വിശ്വസിക്കുക. ഇവിടെ ഒരു മതത്തെയും ഞാൻ പ്രഘോഷിച്ചിട്ടില്ല. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് ഞാൻ പ്രഘോഷിച്ചത്. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം. ഇതിൽ വേറെ ഒരാൾക്കും ഇതിൻ്റെ ഇടയിൽ റോളില്ല. സ്വർഗരാജ്യത്തിൻ്റെ വഴിയിൽ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. സ്തോത്രം. അങ്ങനെ ദൈവം നിങ്ങളെ നടത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വാക്കുകളെ ഇന്ന് ഇവിടെ നടത്തുന്നു. സ്തോത്രം.